ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് കോർപ്പസ് ക്രിസ്റ്റി, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും. പരിശുദ്ധ കുർബാന, ഹോളി കമ്മ്യൂണിയൻ നിന്റെ സകല വിടുതലുകളും നടന്നു കഴിഞ്ഞതിന്റെ അടയാളം. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെ നിന്നിലേക്ക് എത്തിച്ചേരുന്ന നിമിഷം. അതാണ് ഹോളി കമ്മ്യൂണിയൻ, കോർപ്പസ് ക്രിസ്റ്റി, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും യഥാർത്ഥത്തിൽ നിന്റെ ജീവന്റെ മന്ന, സ്വർഗീയ മന്ന, ആ മന്നയുടെ അഭിഷേകത്തെ ഇന്ന് തിരിച്ചറിയണം. കോർപ്പസ് ക്രിസ്റ്റി, ഈശോയുടെ തിരുശരീരത്തിന് തിരുരക്തത്തിന് ഹോളി കമ്മ്യൂണിയന്റെ സെലിബ്രേഷൻ ഫീസ്റ്റാണ് ഇന്നത്തെ ദിവസം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഡേ ഇൻ അവർ ലൈഫ്. നമ്മുടെ എല്ലാ അലച്ചിലുകളും നമുക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ചവനായ ദൈവത്തിന്റെ ആ ഫിനിഷ്ഡ് വർക്കിൽ, പരിഹാര ബലിയിൽ എല്ലാം നമ്മുടെ എല്ലാ അലച്ചിലുകളും എണ്ണിയവൻ അതിനു വേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് വേണ്ടി ദാനമായി നൽകിയതിൻ്റെ ഫീസ്റ്റാണ് ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകമായ പ്രാർത്ഥനകളും വിശ്വസും നേരുന്നു. ഹോളി കമ്മ്യൂണിയൻ എന്നുള്ളത്, കോർപ്പസ് ക്രിസ്റ്റി എന്നുള്ള ആ റെവലേഷൻ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഓടി അലയും. എന്നാൽ എന്നാ റെവലേഷൻ നമുക്ക് കിട്ടുന്നോ അന്ന് നമുക്ക് മനസ്സിലാകും സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, അവൻ ഓരോ സ്റ്റാറിനും, ഓരോ നക്ഷത്രങ്ങളും, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, ഈ സോളാർ സിസ്റ്റത്തിലുണ്ട്. ആ നക്ഷത്രങ്ങളുടെ എണ്ണം ഓരോന്നിനെയും അറിയുന്നവൻ, അതിൻ്റെ പേര് ചൊല്ലി അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങളെയും അറിയുന്നവൻ, ഇൻഡിവിജ്വലി ഓരോ ഗാലക്സിയിലെ ഓരോ സ്റ്റാറിനെയും അറിയുന്ന ദൈവത്തിന് നിന്നെ അറിയാം. നിന്റെ പേര് നിന്നെ ഉള്ളം കരങ്ങളിൽ വഹിക്കുന്നവൻ, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ അറിയുന്ന ദൈവം, ആ ദൈവം നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ അല്ലെ, ഏറ്റവും വലിയ അത്ഭുതമാണ്. അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത സകല അനുഗ്രഹങ്ങൾ, എൻ്റെ കൂടെ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും, അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഹോളി കമ്മ്യൂണിയനിലൂടെ, ക്രിസ്തുവിലൂടെ ഇന്ന് നമ്മളിലേക്ക് വന്നെത്തുകയാണ്. ഹല്ലേലൂയ. അതാണ് കോർപ്പസ് ക്രിസ്റ്റി, ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും പ്രാധാന്യം. അവിടെ സൗഖ്യമുണ്ട്, അവിടെ വിടുതലുകളുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ഡെലിവറൻസ് ഉണ്ട്, അവിടെ ഹീലിങ്സ് ഉണ്ട്, അവിടെ എല്ലാ ഗുഡ്നസ്സും ഉണ്ട്. ദൈവത്തിന് തരാൻ കഴിയുന്ന എല്ലാ സംഭവങ്ങളും, എല്ലാ കാര്യങ്ങളും കോർപ്പസ് ക്രിസ്റ്റിക്കകത്തുണ്ട്, ഈശോയുടെ തിരുശരീരത്തിനകത്ത്, തിരുരക്തത്തിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നിമിഷം ഇത് മുഴുവനും കോർപ്പസ് ക്രിസ്റ്റിക്കകത്ത്, ഈശോയുടെ തിരുശരീരത്തിനും തിരുരക്തത്തിനും ഉള്ളിലേക്ക് കർത്താവ് അത് മുഴുവൻ കൊണ്ടുവന്നു. എവ്രി സിംഗിൾ ബ്ലെസ്സിങ്സ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, എവ്രി സിംഗിൾ ഡെലിവറൻസ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ, എവ്രി സിംഗിൾ നമ്മൾ ചോദിക്കുന്ന എന്ത് സംഭവം, എല്ലാ കാര്യങ്ങളും, ഇന്ന് നിങ്ങൾ തിരയുന്ന എല്ലാത്തിനുമുള്ള ഉത്തരം, അതിനുള്ള ആ ഒരു ഗ്രേസ്, ദൈവത്തിന്റെ ആ പവർ മാഗ്നിറ്റ്യൂഡ്, ദൈവത്തെ തന്നെ നമുക്ക് കോർപ്പസ് ക്രിസ്റ്റിയിലൂടെ, ഈശോയുടെ തിരുശരീരത്തിലൂടെ, തിരുരക്തത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സകല നന്മകളും കടന്നു വരികയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്ന് മാത്രമാണ്. എങ്ങനെയാണ് നമുക്ക് ആ തിരുശരീരത്തിന്റെ, ഹോളി കമ്മ്യൂണിയന്റെ അഭിഷേകത്തെ പരിപൂർണതയിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നത്? കർത്താവ് എല്ലാം പൂർത്തീകരിച്ചു, ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം നിവർത്തിച്ചു. ഇനി എങ്ങനെയാണ് നമുക്ക് ആ അഭിഷേകത്തെ, അതിനെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നമ്മളെ ആ പൂർണ്ണമായ അഭിഷേകത്തിൽ നിന്ന്, അത് സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടസ്സം ചെയ്യുന്നത്? മനുഷ്യന്റെ, വിശ്വാസികളുടെ എപ്പോഴും ഉള്ളൊരു ചിന്തയാണത്. പക്ഷെ നമ്മൾ വചനത്തെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. എന്താണെന്നറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയനിലൂടെ ലഭിക്കുന്ന വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് നമ്മൾ തന്നെ തടസ്സമാകുന്ന ഒരു കാര്യം, ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിലെ
ഞാനെന്ന ഭാവമാണ്. നമ്മളിലെ ആ ഒരു എന്താ പറയുന്നത്, മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണ്, ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ചിന്ത. ഈ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ, അതായത് എളിമയുള്ള ഒരു വ്യക്തിക്ക്, എളിമ എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മായത്താഴ്മയല്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിനെ ഒക്കെ അറിയാം. ദൈവത്തിന്റെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ അവിടെ നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ഈശോയെ സ്വീകരിക്കാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ: ഈശോ എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല, ഇവിടെ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, എൻ്റെ കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വേദനകളും വിഷമങ്ങളും വീഴ്ചകളും പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധി എല്ലാം ഇറക്കി വെച്ചു. എന്നാൽ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ അല്ല, ഈശോയുടെ അനന്തമായ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കരുണയെ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം കർത്താവിൻ്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഇപ്പം ഞാൻ കുർബാന ഈശോയുടെ തിരുശരീരവും തിരുരക്തം സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഞാൻ എൻ്റെ മുമ്പിലും പിമ്പിലും നിൽക്കുന്ന വ്യക്തിയെക്കാളും ബെറ്ററാണ്, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, എനിക്ക് അവരെക്കാളും കുറേ വചനമൊക്കെ അറിയാം എന്നൊരു ചിന്ത, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ സ്വീകരിക്കുന്ന ഗ്രേസിനെ അത് ലിമിറ്റ് ചെയ്യും. നമ്മൾ സ്വീകരിക്കുന്ന ഗ്രേസിനെ ലിമിറ്റ് ചെയ്യും. ഇപ്പം എൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തി ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും ക്രിസ്തുവിലേക്ക് കടന്നു വന്നത്. അപ്പം പാരമ്പര്യ ക്രിസ്ത്യാനിയാണ് ഞാൻ, എനിക്ക് അവരെക്കാളും പ്രാധാന്യം ഉണ്ടെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഫ്രാക്ഷൻ വന്നാൽ മതി. ആ തോട്ട് ഈശോയുടെ അഭിഷേകത്തെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് അതിനെ ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പം കർത്താവിൻ്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ കർത്താവിനെ പോലെ തുറന്ന മനസ്സിൽ വിശാലതയിൽ ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈശോയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. പറഞ്ഞേ, ഞാൻ ഈശോയുടെ ശരീരവും നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളുമാണ്. അപ്പം ഇന്നലെ ഈശോനെ വിശ്വസിക്കാൻ തുടങ്ങിയ വ്യക്തിയും ഇന്ന് രാവിലെ ഈശോനെ വിശ്വസിക്കാൻ തുടങ്ങിയ വ്യക്തിയും ജന്മം കൊണ്ട് ഈശോയിൽ അല്ലെങ്കിൽ പാരമ്പര്യമായ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയും നമ്മുടെ കളറോ ബാക്ക്ഗ്രൗണ്ടോ കാസ്റ്റോ ജനിച്ച റിലീജിയനോ രാജ്യമോ നിറമോ വ്യത്യാസമോ ഭാഷയോ ഒന്നും അവിടെ ഒന്നും ഒരു ഇതില്ല. അവിടെ അതിനൊന്നും പ്രാധാന്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഈശോയിലെ മക്കളായ നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ ഈശോനെ സ്വീകരിക്കാൻ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഞാൻ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ അയൽവക്കത്തുള്ള വ്യക്തിയാകട്ടെ, എൻ്റെ പള്ളിയിലുള്ള വ്യക്തിയാകട്ടെ, വേറൊരു കമ്മ്യൂണിറ്റി, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ദുഷ്ടാരൂപി ഇറക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് വിഭാഗീയത, അല്ലേ? രൂപതകൾ തമ്മിൽ, സഭകൾ തമ്മിൽ, ഞാൻ കത്തോലിക്കൻ, ഞാൻ ഇന്നയാൾ ഓർത്തഡോക്സ്, ഇന്നയാൾ യാക്കോബ, ഇന്നയാൾ പാല, ചങ്ങനാശ്ശേരി, ആ രൂപത, പെന്തക്കോസ്, കരിസ്മാറ്റിക്, മൊത്തം ഡിവിഷനാണ്. ഈ ഡിവിഷന്റെ ഏതെങ്കിലും ഒരു കണിക നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? We are falling short of receiving that grace. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഗ്രേസിനെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഈ യൂണിറ്റി, അതായത് വിഭാഗീയത നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ്. കാരണം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. അപ്പം അവയവങ്ങളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പം ഇപ്പം യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, കാസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഇച്ചിരി വെളുത്തിരിക്കുന്നു, ഇനിയാൾ ഇച്ചിരി കറുത്തിരിക്കുന്നു, ആ വ്യക്തി ആഫ്രിക്ക എന്നുള്ള, ഈ വ്യക്തി അമേരിക്ക എന്നുള്ള ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അഭിഷേകം റിലീസ് ചെയ്യുന്നതിനെ, കർത്താവിൻ്റെ അഭിഷേകം വ്യാപരിക്കുന്നതിനെ നമ്മൾ തന്നെ തടസ്സം ചെയ്യുകയാണ്. ഞാൻ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ തുറന്ന മനസ്സിൽ ഈശോയുടെ മക്കൾ എവിടെയൊക്കെ അവർ വെള്ളക്കാരും കറുത്തവർഗക്കാരും ചൈനക്കാരും എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നിക്കുന്ന സ്ഥലത്താണ് കർത്താവിൻ്റെ അഭിഷേകം അതിൻ്റെ ഫുൾനെസ്സിൽ ഭൂമിയിൽ വെളിപ്പെടുന്നത്. അതിനിടയ്ക്ക് ഒരു വെള്ളക്കാരൻ ചിന്തിക്കും, ഞാൻ കറുത്തവർഗക്കാരനെക്കാളും വലിയവനാണ്, എനിക്കാണ് നിങ്ങളെക്കാളും അങ്ങനെ ഒരു ചെറിയ തോട്ട് ഉള്ളി വന്നാൽ മതി കർത്താവിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്നത്. ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. എൻ്റെ രൂപത നിങ്ങളുടെ രൂപതയെക്കാളും ബെറ്ററാണ്, ഞാൻ യാക്കുബായ, നീ ഓർത്തഡോക്സ് അല്ലേ, ഞാൻ പാലായല്ലേ, നിങ്ങൾ ചങ്ങനാശ്ശേരിയല്ലേ. ഈ സംഭവം കയറിക്കഴിഞ്ഞാൽ ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ മുഴുവനും ചോർത്തിക്കളയുന്ന ഏറ്റവും വലിയ തിന്മയായിട്ട് അപ്പസ്തോലനായ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ബാക്കിയെല്ലാം അത് കഴിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. കാരണം പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
1 കൊരിന്ത്യർ 11 അധ്യായത്തിന് 27 വാക്യത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് തൊട്ട് താഴെ നമ്മൾ 12 അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. അതായത് ശരീരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വൃത്തിയായിട്ട് കുളിച്ചൊരുങ്ങി വരുന്ന കാര്യമാണോ? അതൊക്കെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ശരീരമാകുന്ന സഭയെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ അധ്യായം എഴുതുന്നതിന് തൊട്ട് മുൻപ് 11 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത്താഴ വിരുന്നിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ഇടവകകളിൽ ഒരു ഭിന്നിപ്പുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടെങ്കിൽ, ആ ഭിന്നത നമ്മുടെ വ്യക്തിപരമായ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അത് വരരുത്. നമ്മൾ ഈശോനെ സ്വീകരിക്കുവാൻ, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുവാൻ കടന്നു പോകുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ വലിയ പ്രവൃത്തിയുടെ ഫുൾനെസ്സിനെയാണ് ഞാൻ ഹോളി കമ്മ്യൂണിയനിലൂടെ റിസീവ് ചെയ്യുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ഫുൾനെസ്, ആ ഫുൾനെസ്സിനെ ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വാട്ട് മേക്സ് മീ ഡിസ്ക്വാളിഫൈഡ്, എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരേ ഒരു മേഖല അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഓരോരുത്തർ ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു പരമ്പര ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവൻ അങ്ങനെയുള്ള വ്യക്തിയല്ല, അല്ലെങ്കിൽ ആ വ്യക്തി ചില ഞാൻ ആ പേര് പോലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈശോയുടെ സന്നിധിയിൽ ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഈഗോകളുണ്ടെങ്കിൽ ആ ഈഗോകളെല്ലാം നമ്മൾ ഈശോയുടെ സന്നിധി ഇറക്കി വെക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഒന്നും മാത്രം എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല, എൻ്റെ ഈശോയുടെ അനന്തമായ കരുണ, പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്നിൽ ദൈവത്തിൻ്റെ കരുണ നിറയപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പം ആ ഒരു കരുണയെ സ്വീകരിക്കുവാൻ ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. 29 വാക്യം, 30 വാക്യം, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. ഹല്ലേലൂയ. ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി നമ്മുടെ എല്ലാ വിടുതലിനും കാരണമാണ്. ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി നമ്മുടെ സൗഖ്യത്തിന് കാരണമാണ്. ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി നമ്മുടെ ഡെലിവറൻസിന് കാരണമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടുതലിനും കാരണമാണ്. എന്നാൽ ഒരു കാര്യം മാത്രമാണ് ഈ അഭിഷേകവും വിടുതലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്, അല്ലെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. എന്താ? ഉള്ളിൽ വിഭാഗീയത. കണ്ടോ, ഈ നാളുകളിൽ പിശാച് മനുഷ്യന്റെ ഉള്ളിൽ വിതച്ചേക്കുന്ന കള ഈ ഒരു ഏരിയ തന്നെയല്ലേ. രൂപതകൾ തമ്മിൽ ബഹളം നടക്കുന്നു, ഇടവകകൾ തമ്മിൽ ബഹളങ്ങൾ നടക്കുന്നു, ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നു. ഇറ്റ് ഈസ് ഡേഞ്ചറസ് സോൺ. കാരണം കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസി, ഏത് വ്യക്തി ആയിക്കോട്ടെ, പഴയ നിയമത്തിലായിരുന്നു ഇന്ന വ്യക്തി, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും ക്രിസ്തു വസിക്കുകയാണ്. അപ്പോൾ എവറി സിംഗിൾ പേഴ്സൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരാളും വില കുറഞ്ഞ വ്യക്തിയല്ല. എവറി സിംഗിൾ പേഴ്സൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. ദൈവം വന്ന് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുകയാണ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ലോയോ, പഴയ നിയമത്തിലെ നിയമവും കൽപ്പനയൊന്നുമില്ല. പുതിയ നിയമത്തിൽ ഗ്രേസ് ആണ് ആദ്യം. പഴയ നിയമത്തിൽ എന്ന് വെച്ചാൽ അവിടെ നിയമവും ലോയും, ആ ലോയും നിയമവും കഴിഞ്ഞിട്ടാണ് അത് ഇന്ന കാര്യങ്ങൾ, ഇന്ന നിയമം, ഇന്ന ലോ, ഇന്ന കൽപ്പനകൾ ചെയ്താൽ ദൈവത്തിൽ നിന്ന് നിനക്ക് ഗ്രേസ് കിട്ടും. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. ഈശോയെ തന്നെ നൽകി. ഈശോയുടെ ഗ്രേസ് ആണ് ആദ്യം.
ആ ഗ്രേസ് ഇന്ന് നിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് യു ആർ ഇമ്പോർട്ടൻറ്റ്. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്, യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗോഡ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ വേർതിരിഞ്ഞ ആ വ്യക്തി ഇന്ന വിഭാഗക്കാരനാണ്, ഇന്ന കരിസ്മാറ്റിക്കാരനാണ്, ഇന്ന പെന്തക്കോസുകാരനാണ്, ഓർത്തഡോക്സുകാരനാണ്, യാക്കോബാക്കാരനാണ്, ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ഡേഞ്ചറസ് സോൺ. മനുഷ്യർ പറഞ്ഞോട്ടെ, നമ്മൾ വ്യക്തിപരമായി തീരുമാനമെടുക്കണം, അങ്ങനെ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ ഇല്ല. കാരണം ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മകനാമകളാണ്. ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് പൗലോസ്ലീഹ ഇത് പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ പറയാം, ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ സമയം ഇപ്പം രാത്രി 2 മണി. എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാൻ നോക്കിയിട്ട് കർത്താവ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ ഒരു മെസ്സേജ് നെട്ടിക്കണം. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഈ മെസ്സേജ് അങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ വ്യക്തിപരമായ താല്പര്യം ഇല്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഈശോ എന്നോട് ഇങ്ങനെ എടുത്തു പറഞ്ഞു, രാത്രിയോ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെ 2-2:30 ഈ സമയം. ഈ സമയത്ത് ഈ ഒരു മെസ്സേജ് ഇന്ന് റിലീസ് ചെയ്യണം. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ബോധ്യമുള്ളത് ഈശോനെ സ്വീകരിക്കാൻ പോകുന്നതിന് മുൻപ് സ്വയമേ ആത്മശോധന ചെയ്യും, പാപങ്ങളൊക്കെ ഏറ്റുപറയും, സ്വയമേ പ്രാർത്ഥിക്കും, നേരെ പോയി ഈശോനെ സ്വീകരിക്കും. പക്ഷെ ദർ ഇസ് സംതിങ് സ്റ്റോപ്പിംഗ് അസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ ഒരു കാര്യം കുറച്ചും കൂടെ ഉണ്ട്. എന്തോ ഒരു കാര്യത്തിനകത്ത് ഒരു മേഖല തുറന്നു കിട്ടണം. അത് ഈ ഒരു മേഖലയാണ്. നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അവയവങ്ങളാണ്. അപ്പോൾ എവ്രി സിംഗിൾ പേഴ്സൺ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാത്തലിക് ആകട്ടെ, പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ, ജാക്കോബൈറ്റ് ആകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, അതൊന്നും അവിടെ ദൈവത്തിന് മുൻപിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ നെയിമുകളൊന്നും അല്ല. ദൈവത്തിന് മുൻപിൽ ദൈവം നോക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അവൻ്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ദൈവം ഒന്ന് വസിക്കുന്നുണ്ട്. ഈശോ എനിക്ക് വേണ്ടി ക്രൂഷ്യൽ സാന്നിധ്യം ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും എളിമയോടെ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിൻ്റെ അരികിലേക്ക്, കർത്താവ് ക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ഫുൾനെസ് ആകുന്ന കോർപ്പസ് ക്രിസ്റ്റി സ്വീകരിക്കുവാൻ കടന്നു വരണം. ഇത് നമ്മുടെ ഒരു തീരുമാനമായിരുന്നു. ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജല്ല, കുറച്ച് പേർക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇനി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല ആത്മശോധന ചെയ്യുന്നത്. കർത്താവിൻ്റെ ശരീരം, എൻ്റെ കർത്താവിൻ്റെ ശരീരത്തെ ഞാൻ വിവേചിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പം അതിനകത്ത് പല തലങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇടവകയിലുള്ളവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ മറ്റ് സഭാവിഭാഗങ്ങളിൽപ്പെട്ടവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പം അവരെ എല്ലാം ഈശോയുടെ സ്നേഹത്തിനകത്ത് പൊതിഞ്ഞ് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കർത്താവെ അവരെല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ, ബോധ്യത്തിൽ എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല ഈശോയെ അങ്ങ് ക്രൂശിൽ ചിന്തിയ, അങ്ങ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ വലിയ പ്രവൃത്തിയുടെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ കരുണ എന്നിലേക്ക് നിറയപ്പെടുന്നത് എന്നുള്ള ബോധ്യത്തിൽ ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന് കർത്താവിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുക. ആ കൃപയുടെ അഭിഷേകത്തെ സ്വീകരിക്കുക. ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. ഈശോയുടെ പരിഹാര ബലിയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം വിശുദ്ധീകരണം, നീതീകരണം, വീണ്ടെടുപ്പ്, ഇതെല്ലാം അതിൻ്റെ ഫുൾനെസ് ആണ് കോർപ്പസ് ക്രിസ്റ്റി. ഈശോയുടെ തിരുശരീരത്തിലൂടെ തിരുരക്തത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. അപ്പം വിശ്വാസം, ഇപ്പം രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. അപ്പം വിശ്വാസം. അപ്പം ഹോളി കമ്മ്യൂണിനകത്ത് നമുക്ക് ഏറ്റവും അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം, ദിസ് ഈസ് ജീസസ്, ഇത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ്. എനിക്ക് വേണ്ടി ഈശോ ഫുൾനെസ് ആണ്, എല്ലാം പൂർത്തീകരിച്ചു, എല്ലാം ചെയ്തു കഴിഞ്ഞു. ആ ചെയ്തു കഴിഞ്ഞ കർത്താവ് അബ്രാഹത്തിന് കൊടുത്ത ആ സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നന്മകളും എന്നിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് അതെങ്ങനെയാണ്? അത് വിശ്വാസത്തിൽ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. വിശ്വസിച്ചുകൊണ്ടാണ് സ്വീകരിക്കണം. ഇത് ഈശോയുടെ ഫുൾനെസ് ആണ്. ഇത് ഈശോ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ സെലിബ്രേഷനാണ്. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ വലിയ പ്രവൃത്തിയുടെ വിടുതലുകളാണ്, അനുഗ്രഹങ്ങളാണ്, നന്മകളാണ്. അതിൻ്റെ ഫുൾനെസ് ആണ്, പൂർണ്ണതയാണ്.
ആ പൂർണ്ണതയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ പൂർണ്ണത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നമ്മൾ അവിടെ പരിശുദ്ധാത്മാവിനെ ഓപ്പണപ്പാണ്, പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ജസ്റ്റ് വന്നിട്ട് ഒരു കർമ്മം സ്വീകരിക്കുന്ന പോലെ നമ്മൾ അത് സ്വീകരിച്ചു പോകുന്ന അല്ല. വി ഹാവ് ടു ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഡു എ വർക്ക് ഇൻസൈഡ് ഓഫ് അസ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇനി പ്രവർത്തിക്കണമേ. ഐ എം കംപ്ലീറ്റ്ലി സറണ്ടറിങ് മൈസെൽഫ് ആൻഡ് ടു യുവർ വിൽ. പഴയ നിയമത്തെക്കാളും പുതിയ നിയമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ നിയമത്തിൽ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ഉള്ളിൽ വന്ന് വസിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. സങ്കീർത്തനം എഴുതിയ ദാവീദും മോശയും ഒക്കെ കൽപ്പനകൾ പഠിപ്പിച്ചവരൊക്കെ നമ്മൾ പലരുടെയും വീഴ്ചകൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അല്ലേ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന് ആലയമാണ് എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സോ ഒരു വേർതിരിക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറയുവാൻ വിളിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ ആത്മാവിൽ നിറയുവാൻ വിളിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ ശക്തിയിൽ നിറയുവാൻ വിളിക്കപ്പെട്ടവർ, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ അഭിഷേകം വഹിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ, കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവർ. ആ വീണ്ടെടുക്കപ്പെട്ടവരുടെ നടുവിൽ കർത്താവ് വ്യാപരിക്കും, നമ്മുടെ നടുവിൽ ദൈവം വ്യാപരിക്കും. അപ്പം ഓരോ ഹോളി കമ്മ്യൂണിയൻ ടൈമിലും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, മിറക്കിൾ സംഭവിക്കുന്നത്. അത് ലിറ്ററലി ഈശോ തന്നെയാണ് വന്ന് ചെയ്യുന്നത്, ഈശോയാണ് ചെയ്യുന്നത്. ഈശോ വന്ന് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ എത്രമാത്രം തുറക്കപ്പെടുന്നോ അത്രമാത്രം കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ നടക്കും. ആഫ്രിക്കയിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് അവിടെയൊക്കെ 10 കിലോമീറ്ററൊക്കെ നടന്ന ആൾക്കാർ ഹോളി കമ്മ്യൂണിയൻ പരിശുദ്ധ കുർബാന മാസിനൊക്കെ ആയിട്ട് പോകുന്നു. 10, 20, 30 കിലോമീറ്ററൊക്കെ നടന്നു വരുന്നവരുണ്ട്, ഒരു ദിവസം മുഴുവൻ നടന്നു വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവർ മണിക്കൂറുകൾ, രാവിലെ ഒരു 9 മണി മുതൽ 2 മണി വരെയൊക്കെയാണ് ഹോളി മാസ് സെലിബ്രേഷൻ. ഡാൻസൊക്കെ കളിച്ച് ചെണ്ടയൊക്കെ കൊട്ടി ഭയങ്കര സെലിബ്രേഷനാണ്. അത് ആ ഒരു സെലിബ്രേഷൻ സമയത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പും കൈയൊക്കെ ഉയർത്തി സ്തുതിച്ച് നമ്മുടെ നാട്ടിലെ പോലെ എത്തിക്കാൻ വേണ്ടി എത്തിക്കുന്ന പോലെ 15 മിനിറ്റ് 20 മിനിറ്റ് 3/4 മണിക്കൂർ ഭയങ്കര ഫാസ്റ്റായിട്ട് എന്തൊക്കെയോ ഒരു റിച്വലിസ്റ്റിക് അല്ല, ഈശോയുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലുള്ള ഒരു വലിയ സെലിബ്രേഷനാണ്. അപ്പം അവിടെ ഹോളി മാസിൽ ഒരുപാട് മിറക്കിൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു ബോധ്യമാണ്, ഇത് ഈശോയുടെ തിരുശരീരമാണ്, എനിക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയായി തീർന്ന ദൈവത്തിൻ്റെ ശരീരം കോർപ്പസ് ക്രിസ്റ്റി സ്വീകരിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കും. വീൽ ചെയർ വരുന്നവർ എഴുന്നേറ്റ് നടക്കും, മുഴകൾ അപ്രത്യക്ഷമാകും, കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടും. ഇതൊക്കെ മിറക്കിൾസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടന്നിട്ടൊക്കെ ഉണ്ട്. 1980s 70s എൻ്റെ വലിയമ്മച്ചയൊക്കെ പറഞ്ഞു ഒരുപാട് അത്ഭുതങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സോ മെനി മിറക്കിൾസ്. അന്ന് ആൾക്കാർ 10-20 കിലോമീറ്ററൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. പണ്ടൊരു ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു അച്ചായൻ, ഒരു ഈഴവ അച്ഛൻ മരിച്ചു പോയി കേട്ടോ, ഈഴവ കുടുംബത്തിലുള്ള ഒരു അച്ചായനാണ്. അദ്ദേഹം എന്നോട് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പണ്ടത്തെ ഹോളി മാസ് നമ്മുടെ അവിടുത്തെ ഹോളി മാസ് സുറിയാനിയിലായിരുന്നല്ലോ, ലാറ്റിൻ സുറിയാനി ഭാഷയിലാണ്. മലയാളത്തിലും ഉള്ള മാസില്ല, പ്രാർത്ഥനകളില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുന്ന, കോർപ്പസ് ക്രിസ്റ്റി സ്വീകരിക്കുന്ന, കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയെ വിശ്വസിച്ച് ഈശോനെ ആ ഒരു തിരുശരീരം സ്വീകരിക്കുന്നവരിൽ വലിയൊരു പവർ കടന്നു വരുന്നുണ്ട്. ആ പവർ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ചിട്ട് ഇവർ പള്ളിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയൊരു ഷെൽട്ടർ പോലത്തെ സംഭവമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഇന്നാണ് നമുക്ക് ചെറിയ പള്ളികളാണ്, വലിയ പള്ളികളല്ല, ചെറിയ പള്ളികളൊക്കെ. അപ്പം ചില സ്ഥലങ്ങളൊക്കെ വലിയ പള്ളികൾ ഉണ്ടായിരുന്നു തോന്നുന്നു, എന്നാലും പൊതുവെ നമുക്ക് ചെറിയ പള്ളികളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതൊക്കെ. അപ്പം അവിടെ ആൾക്കാർ ഈ പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തോട്ട് വരുമ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യുമായിരുന്നു, നാനാജാതി വിഭാഗത്തിൽപ്പെട്ടവർ. കാരണം വലിയൊരു പ്രകാശം, വലിയൊരു തേജസ് യേശുവിനെ സ്വീകരിച്ച് പുറത്തോട്ട് വരുന്ന ഈ വ്യക്തികളിൽ ഉണ്ടായിരുന്നു. അവരുടെ നിഴലടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് കൈവെക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഞാനിത് പറയുന്നത് യേശുവിനെ സ്വീകരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് യാത്ര ചെയ്യുന്ന വിശ്വാസികളെക്കുറിച്ചാണ്, ശുശ്രൂഷിക്കുന്ന വ്യക്തികളെക്കുറിച്ചല്ല, വൈദികരെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്.
അവരുടെ ഒരു കൈവപ്പ് കിട്ടിയ രോഗസൗഖ്യം കിട്ടുന്നു. ഒരു പ്രാർത്ഥന, ഒരു ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നു. അത്രമാത്രം അധികാരത്തിന്റെ അഭിഷേകം കേരളത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. സാധാരണ വ്യക്തികളിലൂടെ അത് വെളിപ്പെട്ടിട്ടുണ്ട്. അന്ന് മീഡിയ ഒന്നുമില്ല. പക്ഷെ ആ വാമൊഴിയായിട്ട് ജനങ്ങൾ തന്നെ, എന്നോട് ഹൈന്ദവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്, അതുപോലെ ഡെലിവറൻസുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പം നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എന്നാ ഇപ്പം സംഭവിക്കാത്തത്, ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം പൗലോസ്ലീഹ വ്യക്തമാക്കി വചനത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വിഭാഗീയതയുടെ കളകൾ പിശാച്ച് നട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ നിന്നെക്കാളും ബെറ്ററാണ്, നീ എന്നെക്കാളും ലോവറാണ് എന്നൊരു ചിന്ത. എൻ്റെ സഭ നിന്നെക്കാളും ബെറ്ററാണ്, ഞാൻ നിന്നെക്കാളും ബെറ്ററാണ്. ഈ ഈഗോ ഉള്ളിലോട്ട് കയറിയതോടുകൂടി ദാറ്റ്സ് ഓൺലി ഏരിയ. കർത്താവിൻ്റെ ശരീരമാണ് നമ്മൾ, ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിന് അവയവങ്ങളുമാണ്. 1 Corinthians 12:27. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ, ഈശോയുടെ ശരീരമാകുന്ന സഭയെ വിവേചിച്ചറിയാതെ, മനസ്സിലാക്കാതെ ഈഗോ, അത് പുരോഹിതന്റെ ഉള്ളിലാകട്ടെ, അത് വൈദികന്റെ ഉള്ളിലാകട്ടെ, അത് വചനപ്രഘോഷകന്റെ ഉള്ളിലാകട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു സംഭവം കയറിയിട്ടുണ്ടെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു വസിക്കുന്ന ഓരോ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എവറി സിംഗിൾ പേഴ്സൺ ദൈവത്തിന് മുൻപാകെ ഈക്വൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദൈവത്തിന്റെ മകനും മകളും എന്നൊരു പദവിയാണ്, അതിന് മുകളിലോട്ടൊരു പദവിയില്ല. അപ്പൻ്റെ പഴയ നിയമത്തിൻ്റെ രീതിയല്ല പുതിയ നിയമത്തില്. ദൈവത്തിന്റെ മകനും മകളും, നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, അതിന് മുകളിലോട്ടൊരു പദവിയില്ല. ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ വേർതിരിക്കുമ്പോൾ ശുശ്രൂഷ, പൗരോഹിത്യം, അങ്ങനെ പല ശുശ്രൂഷകളുണ്ട്. സുവിശേഷകന്മാരുണ്ട്, വചനപ്രഘോഷകരുണ്ട്, ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. അത് ഭൂമിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ച് നമ്മൾ ഓണർ ചെയ്യുന്ന ചില മേഖലകളാണ്. വൈദികരുണ്ട്, ശുശ്രൂഷ പൗരോഹിത്യം, അതെല്ലാം ശുശ്രൂഷകളാണ്. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ ഈക്വലാണ്. ദൈവത്തിന്റെ മകനും മകളുമാണ് നമ്മളെല്ലാവരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ ഞാനിപ്പോൾ ഒരു വചനപ്രഘോഷനാണ്, നിങ്ങളെക്കാളും ബെറ്ററാണെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ ആം സ്റ്റോപ്പിംഗ് മൈസെൽഫ് ഫ്രം റിസീവിങ് ഗോഡ്സ് ഗ്രേസ്. നിങ്ങൾ എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളാണ് ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഐ ആം ഹിയർ ടു സെർവ് യു. ഈ ഒരു ബോധ്യമാണ് പൗലോസ്ലീഹ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് ശരീരത്തെ വിവേചിക്കണം. ആ ഭാഗം ഒന്നും കൂടെ എടുത്ത് വായിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്ന് കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസമാണ്. ഈ ഒരു വചനഭാഗം ഇന്ന് പഠിപ്പിക്കണം, ഇന്ന് ടോക്ക് കൊടുക്കണം എന്ന് ഇന്ന് എന്നെ ഉറങ്ങാൻ പരിശുദ്ധാത്മാവ് സമ്മതിച്ചു. ഇവിടെ 2:30 മോർണിംഗ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു ലൈവ് ഇന്ന് രാവിലെ കൊടുക്കണമെന്ന് ഈശോ വളരെ ശക്തമായ ഉള്ളിൽ ഇത് പ്രചോദനം നൽകി. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇതെന്നാന്ന് അറിയാമല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരം കോർപ്പസ് ക്രിസ്റ്റി എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ഡെലിവറൻസിൻ്റെയും എന്താ പറയുന്നത്, അവിടെയാണ് എല്ലാം നടക്കുന്നത്. ഡെലിവറൻസ്, ഹീലിങ്സ്, ബ്ലെസ്സിങ്സ്, ഫുൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സകല ഫുൾനെസ്സും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കർത്താവിൻ്റെ ആ ഒരു ഹോളി, കർത്താവിൻ്റെ ഹോളി കമ്മ്യൂണിലൂടെയാണ്, കോർപ്പസ് ക്രിസ്റ്റിയിലൂടെയാണ്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് ഞാൻ പറയുമ്പോൾ ദ ബോഡി ആൻഡ് ദ ബ്ലഡ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. 1 Corinthians 11 അധ്യായത്തിൽ അതിൻ്റെ 27 മുതലുള്ള വാക്യം. 23 മുതൽ വായിക്കാവേ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്പം പൗലോസ്ലീഹ ആദ്യം പറയുന്നത് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ റെവലേഷനാണിത്. ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകുന്ന എൻ്റെ ശരീരം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ ഫുൾനെസ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന കോർപ്പസ് ക്രിസ്റ്റി. ഈശോ ഈ ഭൂമിയിൽ വന്നത് തന്നെ പരിശുദ്ധ കുർബാനയാകാനാണ്, ഹോളി കമ്മ്യൂണിയൻ ആയി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതിന് വേണ്ടി. ഈശോയുടെ ഏറ്റവും വലിയ പർപ്പസ് ക്രൂശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ഹോളി കമ്മ്യൂണിയൻ ത്രൂ ദ കോർപ്പസ് ക്രിസ്റ്റി, ഹോളി കമ്മ്യൂണിയനിലൂടെ നിന്റെ ഉള്ളിൽ വന്ന് വാഴുക.
ദിസ് ഈസ് ദ ഡ്രീം. ഇതാണ് ഏറ്റവും വലിയ സ്വപ്നം, കർത്താവിൻ്റെ സ്വപ്നം. നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുക, വാഴുക, നിന്നോടൊപ്പം ആയിരിക്കുക. ഇതാണ് സ്നേഹക്കൊതിയനായ ഈശോയുടെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പം സ്നേഹക്കൊതിയനായ കർത്താവ് ഭയങ്കരമായിട്ട് നിന്നെ ഇഷ്ടമാണ്. ഇത്ര ഇഷ്ടമുള്ള നിന്നോടുള്ള ആ സ്നേഹം ഉള്ളിലോട്ട് അങ്ങ് തുളച്ച് കയറുമ്പോൾ അപ്പൻ്റെ ആ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് നിന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് നിന്നെ അങ്ങ് സ്നേഹിച്ച് 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 നിന്നോടൊപ്പം അങ്ങ് അലിഞ്ഞു ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ആ സ്നേഹക്കൊതിയനാണ് ഈശോ. അപ്പം സ്നേഹക്കൊതിയനായ ഈശോ ഉള്ളിലോട്ട് വരുമ്പോൾ ആ ഈശോയുടെ സ്നേഹത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിഭാഗീയതയുടെ ഒരു കണിക ഉണ്ടെങ്കിൽ, ഈഗോ ഉണ്ടെങ്കിൽ, ആ സ്നേഹത്തിനകത്ത് നമുക്ക് ഈഗോ വന്ന്, ഒരു സ്നേഹത്തിനകത്ത് ഈഗോ ഉണ്ടോ? നമ്മുടെ വീട്ടിലാണ് റിലേഷൻഷിപ്പിനകത്ത് ഈഗോ വന്നു കഴിഞ്ഞാൽ എന്നാ ബുദ്ധിമുട്ടാണ്. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പം ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ഈഗോ ഇരിപ്പുണ്ടെങ്കിൽ, ഈഗോ എന്ന് വെച്ചാൽ ഞാൻ എന്തോ സംഭവമാണ്, എനിക്കെന്തോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാളും ബെറ്ററാണ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യത്തിലോ പാരമ്പര്യത്തിലോ ഏതെങ്കിലും വിധത്തിൽ, എൻ്റെ വീട്ടിൽ 10 അച്ഛന്മാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്ര കന്യാസ്ത്രീമാരുണ്ട്, ഞാൻ പാലാക്കാരനാണ്, എന്തെങ്കിലും സംഭവം ഒരു കണികയെങ്കിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റോപ്സ് അസ് ഫ്രം റിസീവിങ് ദ ഫുൾനെസ് ഓഫ് ജീസസ്. ഈശോയുടെ സ്നേഹക്കൊതിയനായ ഈശോയുടെ ഫുൾനെസ് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ വ്യക്തിപരമായി തീരുമാനം എടുക്കുക, ഇനി അങ്ങനെ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ വേണ്ട. ഇത് ഈശോ എന്നെ കുറേ നാൾ മുമ്പ് കറക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഈശോ എടുത്തു കളഞ്ഞൊരു സംഭവമാണ് സഭാവിഭാഗ വ്യത്യാസം. ആ ഒരു സംഭവം അത് കർത്താവിൻ്റെ ശരീരത്തിനെതിരെയുള്ള തെറ്റാണ്. നമ്മൾ പലരും പഠിപ്പിക്കും, നിന്റെ സഭ ശരിയല്ലടാ, അതാണ് ശരി, ഇതാണ് ശരി. ഡേഞ്ചർ സോണാണത്. അങ്ങനെ ഒരു കാര്യം പറയാനേ പോയേക്കരുത്. പലരും പറയുന്നുണ്ടായിരിക്കും, പറയുന്നവന് വിവരമില്ലാത്തതുകൊണ്ട്. കാരണം ഈ വചനത്തിനെതിരായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ടൊരു വ്യക്തി, ഒരു ദളിതനായ വ്യക്തിയാകാം, ആദിവാസിയായ വ്യക്തിയാകാം, ഒരു സായിപ്പാകാം, ഒരു മദാമയാകാം, ഒരു കറുത്തവർഗക്കാരനായ ആഫ്രിക്കയിലുള്ള വ്യക്തിയാകാം. ഇപ്പോൾ യേശുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ മകനാ മകളാ. ആ വ്യക്തിയും നീയും ഞാനും നമ്മൾ തമ്മിൽ ആ ഒരു വ്യത്യാസമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ യേശുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ കടന്നു വരുന്ന നിമിഷം എൻ്റെ ഉള്ളിൽ ആ നിർമ്മലത ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ കുരിശിലെ പരിഹാര ബലി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായത്. എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല. അയോഗ്യനായിരുന്ന എന്നെ, പാപം വഴി മരിച്ചവനായിരുന്ന എന്നെ കരുണാസമ്പന്നനായ ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഈഗോ ഇല്ല. ഈ സംഭവം എടുത്ത് മാറിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിലോട്ട് വരുവാണ്. പിന്നെ കർത്താവിൻ്റെ അഭിഷേകം നമ്മളെ വ്യാപരിക്കണം. അത്ഭുതങ്ങൾ നടക്കും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കുവാണ്. ഈശോയുടെ സൗഖ്യങ്ങൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യും. അവിടെ ദൈവപ്രവർത്തി സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാട് ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. പിശാച് കളയിട്ട് വിഭാഗീയതയുടെ വിത്തും സാമുദായിക സ്പിരിറ്റും കയറ്റി മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്. പാനം ചെയ്യുന്ന നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. ഇത്രയും ശക്തമായൊരു താക്കീത് പുതിയ നിയമത്തിൽ വേറെ എങ്ങും നമ്മൾ കാണുന്നില്ല. ഈ ഒരു മേഖല ആരും പഠിപ്പിക്കുന്നില്ല. ഈ മേഖല പഠിപ്പിക്കാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ മേഖല, ഈശോയുടെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക. നമ്മൾ പൊതുവെ അങ്ങനെയല്ലേ ചെയ്തത്. നമ്മൾ ഈശോയുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയി ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കും. പക്ഷേ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, മക്കളെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചറിയണം, ഈശോനെ സ്വീകരിക്കുന്നതിന് മുമ്പ് തിരിച്ചറിയണം, ഇത് നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല, നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ടുമല്ല, നമ്മുടെ ഒരു കഴിവ് കൊണ്ടുമല്ല, കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ കാര്യം അതായിരിക്കണം മനസ്സിൽ. രണ്ടാമത്തെ കാര്യം, എൻ്റെ കർത്താവിൻ്റെ ശരീരം, ആ ശരീരം അത് കർത്താവിൻ്റെ മക്കൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മുടെ ഉള്ളിൽ വിഭാഗീയത ഒരു ചെറിയൊരു കണിക പോലും ഉണ്ടാകാൻ പാടില്ല. ഈശോ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഈശോയ്ക്ക് വിലപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മളെല്ലാം, സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഉണ്ട്. കത്തോലിക്കരും ഉണ്ട്, പ്രൊട്ടസ്റ്റന്റും ഉണ്ട്, യാക്കോബയും ഉണ്ട്, ഓർത്തഡോക്സും ഉണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ ശരീരത്തിനകത്തുണ്ട്. ഇതാണ് സത്യം. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ കൊറിന്തോസ് ലേഖനം എടുത്ത് വായിക്കണം. അതിൻ്റെ 12ാം അധ്യായമൊക്കെ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പൗലോസ്ലീഹ പറയും, ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. നമുക്ക് ഒരു കൈയുടെ ഒരു ഭാഗം വെട്ടി മാറ്റി അതൊരു സഭ, ഈ ഒരു കാല് വെട്ടി മാറ്റി അത് വേറെ സഭ. ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ, ദൈവത്തിന് മുൻപിൽ യേശുവിൻ്റെ ശരീരം, ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ മക്കൾ,
കാതോലികം എന്ന വേർഡിൻ്റെ അർത്ഥം സാർവത്രികം തന്നെയാണ്. നമ്മൾ ഈ തലമുറ, ഈ ഒരു ജനറേഷനിൽ ജനിച്ച വ്യക്തികൾക്ക് നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മാറി ഞങ്ങൾ കത്തോലിക്കരാന്ന് പറയും. കത്തോലിക്ക എന്ന വേർഡിൻ്റെ അർത്ഥം പോലും അറിയാൻ മേല. സാർവത്രികം, യേശുവിൻ്റെ സാർവത്രികമായ ശരീരം, സാർവത്രികമായ സഭ. ആ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരമാണ്. ഓരോരുത്തരും, എവ്രി സിംഗിൾ പേഴ്സൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഒരു 100 വർഷം മുമ്പൊന്നും ഇതുപോലത്തെ പ്രശ്നങ്ങളില്ലായിരുന്നു. 50 വർഷം മുമ്പ് പോലും ഇല്ലായിരുന്നു. ആ 1980s ശേഷം, 70s-നും 80s-നും 90s-നൊക്കെ ശേഷമാണ് ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ പേരൻസ്, എൻ്റെ പ്രായമുള്ള ഒരുപാട് പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് കേൾക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ലേ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ വിഭാഗീയതകൾ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെട്ടിരുന്നത്. അത് യാക്കോബായാലും ഓർത്തഡോക്സ് ആയാലും കത്തോലിക്കനായാലും സീറോ മലബാർ ആയാലും. പിന്നെ ഈ ഒരു 10, 20, 25 വർഷത്തിനിടയ്ക്ക് എത്ര വിഭാഗീയതകളാണ്, വിസ്ഫോടനാത്മകമായിട്ടുള്ള രീതിയിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ, അല്ലേ? അത് എന്തിൻ്റെ പേരിലാണ്? ഈഗോ. എൻ്റെ കുടുംബം, എൻ്റെ സമുദായം, നിങ്ങളെക്കാളും ബെറ്റർ, ഞങ്ങളുടെ സ്പിരിറ്റ്. സോ ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ പോസിറ്റീവ് എലമെന്റിനെയോ നമ്മുടെ പാരമ്പര്യത്തെയോ കുടുംബത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തെയോ ഒന്നും നമ്മൾ തൃണവൽക്കരിക്കേണ്ട, അതിനെ മാറ്റി നിർത്തേണ്ട, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തോ. പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈഗോ കയറരുത്. ഞാൻ സീറോ മലബാറുകാരനാൽ ലാറ്റിൻ കാത്തലിക്കിനേക്കാളും ബെറ്ററാണ്, ഞാൻ ഓർത്തഡോക്സ്, ഞാൻ യാക്കോബയേക്കാളും ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ ഓർത്തഡോക്സിനേക്കാളും ബെറ്ററാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കയറാതെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ കയറിക്കഴിഞ്ഞാലുള്ള ഡേഞ്ചർ എന്താണെന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പം ഈശോനെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഏറ്റവും വലിയ ഡെലിവറൻസും അനുഗ്രഹവും വിടുതലും രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം സംഭവിക്കുന്ന നിമിഷമാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുന്ന നിമിഷം. കാരണം ക്രൂശിൽ ഈശോ സകലതും പൂർത്തീകരിച്ചു. വിശ്വസിച്ചാൽ മാത്രം ഇത് മുഴുവൻ നമുക്ക് റിസീവ് ചെയ്യാം. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. രോഗസൗഖ്യങ്ങൾ, ഈശോയുടെ ക്ഷതങ്ങളിലൂടെ സൗഖ്യം ലഭിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ഈശോ കുരിശിലെ പരിഹാര ബലിയിലൂടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഡെലിവറൻസ് കിട്ടുന്നു. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ മുഴുവൻ ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ നിറയപ്പെടുന്ന നിമിഷമാണ്. എന്നാൽ ആ നിമിഷം നമ്മൾ 2 കാര്യങ്ങൾ, ഒന്ന് ആത്മശോധന ചെയ്യണം, ഒന്ന് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മുടെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ, അതുപോലെ തന്നെ സഭ, ഈശോയുടെ ശരീരവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ വിചിന്തനം ചെയ്യണം. ഒരു ക്രോസ് എന്ന് പറയും, അല്ലേ? ക്രോസ്, ഒരു 2 ആക്സിസ് ഉണ്ട്, X, Y. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, കർത്താവിൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധം. സോ ദാറ്റ്സ് ദ മെസ്സേജ് ഫോർ ടുഡേ. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവും കർത്താവിൻ്റെ ശരീരവുമായിട്ടുള്ള ഒരു ബന്ധവും നമ്മൾ ആത്മശോധന ചെയ്യണം. ആത്മശോധന ചെയ്ത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന സമയം all the blessings of heaven is coming upon you and your family. There is no other greater. There is nothing greater than this. The King of heaven is coming down. സ്വർഗത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിൽ വന്ന് വസിക്കും. നിന്റെ ഉള്ളിൽ ഓൾറെഡി സ്പിരിറ്റ്, ഹി ഈസ് ഓൾറെഡി ദെയർ. ഇപ്പോൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ പർട്ടിക്കുലറായി ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടന്നു വരിക. എന്നിട്ട് നമ്മൾ ഗ്രാബ് ചെയ്യുവാണ്, നമ്മൾ എടുക്കുവാണ്. നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ നേടിയെടുത്ത ആ വിടുതലിനെ നമ്മൾ അങ്ങ് എടുത്ത് അനുഭവിക്കുന്ന നിമിഷമാണ് ഹോളി കമ്മ്യൂണിയൻ, കോർപ്പസ് ക്രിസ്റ്റി സ്വീകരിക്കുന്ന നിമിഷം. ഒരു വചനം കൂടെ വായിച്ച് പ്രാർത്ഥിക്കണം. ഭയങ്കര ശക്തമായ ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ഇറങ്ങി വ്യാപരിക്കുന്നു. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പോപ്പ് ലിയോയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബിഷപ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാത്തലിക് ചർച്ചിൻ്റെ, ജാക്കബൈറ്റ് ചർച്ചിൻ്റെ ബിഷപ്സിന് വേണ്ടി, മാർത്തോമ ചർച്ച്, CSI ചർച്ച്, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പെൻഡക്കോസ്റ്റൽ ചർച്ചുകൾ, പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അയർലൻഡ്, UK, ഓരോ രാജ്യങ്ങളിലുമുള്ള വിവിധ സമൂഹങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരെയും ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസം വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. എഫേസോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, നിങ്ങളെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം.
അപ്പോൾ വിടുതലുകൾ നടക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെ സ്നേഹത്തിൽ വേര് വാകേണ്ടതായിട്ടുണ്ട്. ഈശോ ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം പൂർത്തീകരിച്ചു. ഇനി സ്നേഹത്തിൽ വേര് വാകാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. സ്നേഹത്തിൽ വേര് പാകുക. ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകി അടിയുറക്കി എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. വലിയൊരു തൃപ്തിയാണ്. അതായത് ഈശോയുടെ ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായൊരു തൃപ്തി. ഇന്ന് ഭൂമി മനുഷ്യനില്ലാത്ത സംഭവമാണ്, തൃപ്തിയില്ല, അല്ലേ? തൃപ്തിയില്ല. ഞാനിവിടെ ഇവിടെ UK അയർലൻഡിലൊക്കെ മനുഷ്യർ പലരോട് സംസാരിക്കും, ആരും തൃപ്തരല്ല. എന്നാളൊരു മനുഷ്യന്, പുള്ളിക്ക് എത്ര വീടുണ്ടെന്നറിയാം, 5-6 വീടുണ്ട്. ആ മനുഷ്യർ ഇപ്പോഴും ടെൻഷനാണ്. പുള്ളി പറഞ്ഞ പുള്ളിയുടെ കൂടെ വന്ന ആൾക്ക് അതിൽ കൂടുതൽ 7 വീട് 8 വീടൊക്കെ മേടിച്ച് ആര് താമസിക്കാനാണ്? ഒരു വീട്ടിൽ ഒരു കട്ടിലേ കിടന്നതിൽ ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലേ? 8 വീടും 10 വീടും ഒക്കെ മേടിച്ചും ടെൻഷനാണ്. ഇനി ഇത് ആർക്ക് കൊടുക്കുക, ഇതെന്താ, ഇതിൻ്റെ മറ്റേ കാര്യങ്ങൾ, അതിൻ്റെ ആ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ ഇല്ലാത്ത ഭാരങ്ങളുമായിട്ട് ഒരു നല്ല വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ വണ്ടി മേടിക്കണം. അത് മേടിച്ചു കഴിഞ്ഞാൽ തൃപ്തിയില്ല. എന്നാലും ഒരു മനുഷ്യന് പരിപൂർണ തൃപ്തി ലഭിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം അതിൻ്റെ പരിപൂർണതയിൽ അവൻ്റെ ഉള്ളിൽ വന്ന് നിറയപ്പെടുമ്പോഴാണ്. ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ശക്തി ലഭിക്കട്ടെ. ഇതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡ് കാറ്റലംബാനോ എന്നൊരു വേർഡാണ്. അതായത് ടേക്ക് ഹോൾഡ് ഓഫ്, സീസ് ഹോൾഡ് ഓഫ്. ഈശോയുടെ ആ സ്നേഹത്തെ നമ്മൾ കരങ്ങളിലെടുത്ത് തൊട്ട് രുചിച്ചറിയുക, അനുഭവിച്ചറിയുക എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് ഇങ്ങനെ കരങ്ങളിൽ ഹോളി കമ്മ്യൂണിയൻ കയ്യെ സ്വീകരിക്കും, നാവിൽ സ്വീകരിക്കുന്ന ചെയ്യുന്ന സമയത്ത്, ആ സമയത്താണ് നമുക്ക് ലിറ്ററലി ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അല്ലേ? ടച്ച് ചെയ്യുകയാണ്. കർത്താവ് സ്പിരിറ്റിലി നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ കർത്താവിനെ ഫിസിക്കലി നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു നിമിഷമാണ് ആ സമയം. ടേക്ക് ഹോൾഡ് ഓഫ് ഹിം, സീസ് ഹിം, ടച്ച് ചെയ്യുക. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ആ സമയം ഇന്ന് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്. ഇന്ന് കോർപ്പസ് ക്രിസ്റ്റി ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നിമിഷം നമ്മുടെ ഉള്ളിൽ ആ വലിയൊരു ശക്തി നമുക്ക് ലഭിക്കട്ടെ. ഇത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ രാജാവാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. സ്നേഹത്തിന്റെ രാജാവ് ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ വാട്ട് സ്റ്റോപ്സ് മീ? എന്നെ ആ സ്നേഹത്തിന്റെ രാജാവിൽ നിന്ന്, രാജാവ് പകരുന്ന അനുഗ്രഹവും അഭിഷേകവും എൻ്റെ ഉള്ളിൽ നിറയുന്നതിൽ നിന്ന് എൻ്റെ ഈഗോ ഇന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ഈഗോനെ എടുത്ത് പറിച്ച് ദൂരെ കളയാം. എൻ്റെ ഈഗോയെ, ഈശോയെ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞ്, എനിക്ക് ഈഗോ വേണ്ട. ഈഗോനെ എടുത്ത് ഞാൻ ദൂരെ കളയും. എൻ്റെ ഈശോയുടെ അഭിഷേകം മാത്രം മതി എൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. കണ്ടോ, ദൈവത്തിന്റെ സമ്പൂർണത. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും, അറിവിനെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഈ ഭൂമിയിൽ ഒരുപാട് അറിവുകളുണ്ട്. പലപ്പോഴും ഈ അറിവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യന് ഈഗോ കൂടും. ഞാൻ തിയോളജി പഠിച്ചിട്ടുണ്ട്, എനിക്ക് വചനം കുറേയൊക്കെ അറിയാം. എൻ്റെ ദൈവമേ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഈ മിനിസ്ട്രി ശുശ്രൂഷയ്ക്ക് അത് വരുമ്പോൾ മിനിസ്ട്രി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സഭാവിഭാഗ വ്യത്യാസം പോലെ ഞങ്ങളുടെ മിനിസ്ട്രി നിങ്ങളുടെ മിനിസ്ട്രിയേക്കാളും ബെറ്റർ. എന്തിൻ്റെ പേരിലാണെന്നറിയാൻ പറ്റും. ഞങ്ങളുടെ ഒരു മിനിസ്ട്രി ഒരു പേരിട്ടിട്ട് മുഴുവൻ വിഭാഗീയതയാണ്, മുഴുവൻ അസൂയാണ്. അസൂയ, വിഭാഗീയത. ഒരാളുടെ പ്രസംഗം അയാളുടെ പ്രസംഗത്തെക്കാൾ നല്ലതായിരിക്കും, അയ്യോ അവൻ എന്നെക്കാൾ നന്നായിട്ട് പാട്ട് പാടുന്നു, എന്നെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നു. ഇതെല്ലാം കാരണം ഉള്ളിൽ ഇങ്ങനെ ഈഗോ വെച്ചോണ്ടിരുന്നിട്ട്, ഈ ഈഗോ കാരണം വാസ്തവത്തിൽ ഈശോനെ അനുഭവിക്കാനും പറ്റുന്നില്ല. എന്നാൽ ലോകത്തിന്റെ മുൻപിൽ ഭയങ്കര ടിപ്പ് ടോപ്പായിട്ട് വലിയൊരു മാലയൊക്കെ ഇട്ട്, ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ വലിയൊരു കൊന്ത പോലത്തെ ഒരു സംഭവമൊക്കെ ഇട്ട് ഭയങ്കര എക്സ്റ്റേണലി നമ്മൾ അണിയിച്ചൊരുക്കി ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പറയും അയ്യോ മഹാവിശുദ്ധൻ, അല്ലേ? ഇന്റേണലി മുഴുവൻ അസൂയയും മിനിസ്ട്രി സ്പിരിറ്റും വിഭാഗീയതയും ഇതും എല്ലാം കയറി. ഗോഡ് ലുക്സ് അറ്റ് അവർ ഹാർട്ട്. ഗോഡ് ലുക്സ് അറ്റ് അവർ ഹാർട്ട്. ഒരു ഈശോനോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുറേ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ്, കം ടു മീ ആസ് ഹൂ യു ആർ ആൻഡ് ഐ അക്സെപ്റ്റ് യു. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ആസ് ഹൂ യു ആർ. നീ എന്താണോ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ അടുത്തോട്ട് പോവാം. ഞാൻ ചിലപ്പോൾ ഈ ടോക്കൊക്കെ കൊടുക്കുക നിങ്ങൾ കാണും. ഞാൻ ചിലപ്പോൾ വഴിയിലൊക്കെ പോകുന്നല്ലോ, യാത്രക്കിടയിലൊക്കെ തൊപ്പിയൊക്കെ വെച്ചാൽ സാധാരണ രീതിയിൽ ഞാൻ എടുക്കുന്നത്. ഈശോ എന്നോട് പറഞ്ഞ കാര്യം അങ്ങനെ എടുക്കാവുള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും കുറേ ആൾക്കാർ എന്നെ ഉപദേശിച്ചിട്ട് പറഞ്ഞു, അനീഷെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട്
വലിയൊരു കൊന്തയൊക്കെ ഇട്ട് കുറച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ ഈശോയുടെ ഒരു പ്രചോദനം കിട്ടുന്നില്ല. ഈശോയുടെ പ്രചോദനം കിട്ടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവിടെ അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത് അവർക്ക് ദൈവം കൊടുത്ത ഒരു ഗ്രേസ് ആണ്. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ എങ്ങനെയാണോ ജസ്റ്റ് ബി സിമ്പിൾ, ജസ്റ്റ് ബി ആസ് ഹു യു ആർ. ഇത് എൻ്റെ മക്കളോട് പറഞ്ഞു, അവരെങ്ങനെയാണോ അങ്ങനെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലോട്ട് വരുമ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാൻ മേലെ. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യവും ദൈവത്തിനറിയാം. അവിടെ കപടതകളുടെ ആവശ്യമില്ല. ഹി നോസ് യു വെരി വെൽ. ദൈവത്തിന് അടുത്തോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കപടതകളുടെ ആവശ്യമില്ല. ഹി നോസ് യു ബെറ്റർ ദാൻ യു നോ യുവർ സെൽഫ്. ഇതൊന്ന് മനസ്സിലാക്കുക. ദൈവത്തിന് നിങ്ങളെ വ്യക്തമായിട്ടറിയാം, വ്യക്തിപരമായിട്ടറിയാം. എന്താണ് നമ്മളെ യഥാർത്ഥത്തിൽ മാറ്റുന്നത്? ഈശോയുടെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഈഗോന്റെ അടുത്ത് കളയുമ്പോൾ നമ്മൾ ലൈറ്റാകും, നമ്മൾ സിമ്പിളാകും. നമ്മുടെ മനസ്സിനെ കർത്താവ് ആ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് നയിക്കും. അപ്പം നമുക്ക് ചിരിക്കാൻ പറ്റും, നമുക്ക് ഈഗോ ഇല്ലാതെ മറ്റുള്ളവരോട് ഇടപെടാൻ പറ്റും. ഇതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ ഭൂമി ദൈവരാജ്യം, ജാതി, മതം, വർണ്ണം, കളറ്, ഈ സംഭവങ്ങൾ, കറുത്ത വർഗ്ഗക്കാരൻ, വെളുത്ത വർഗ്ഗക്കാരൻ, ഇന്ന ജാതി, ഇതെല്ലാം മാറി മനുഷ്യര് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഒന്നായി തീരണം. അത് ഒന്നായി തീരണമെങ്കിൽ തിയോളജി ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു തീസിസ് ആയിട്ടോ ഭൂമിയിലുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും ഇത് നടക്കുന്നില്ല. എല്ലായിടത്തും അടിയും ബഹളവും വിഭാഗീയതയാണ്. ഇത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ ആ ഈഗോ എടുത്ത് മാറണമെങ്കിൽ നമ്മൾ കുരിശിലോട്ട് നോക്കിയാൽ മതി. ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് ഈഗോനെ എടുത്ത് മാറ്റി തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശിൽ മരിക്കുകയാണ്. അവിടെയാണ് സർവശക്തനായ ദൈവം ഭൂമിയിൽ കടന്നു വന്ന് ഈഗോ എടുക്കാമെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈഗോ എടുക്കാവുന്ന ആളല്ലേ ദൈവം. തന്നെ ഈ ഭൂമിയിൽ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് ബലിയായി. അത് കാണുമ്പോഴെങ്കിലും നമ്മുടെ ഈഗോ ഒന്ന് മാറണം. ഈഗോ പോയിട്ട് കർത്താവേ എൻ്റെ ഒരു യോഗ്യത കൊണ്ട് വല്ലല്ലോ, നിന്റെ ആ സ്നേഹത്തിൻ്റെ അതാ വചനത്തിൽ പഠിപ്പിക്കുന്നത്, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ. പൗലോസ് അതിന് തൊട്ടുമുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. എഫെസോസ് 2:1, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അതിനുശേഷം അതിന്റെ 4-ാമത്തെ വാക്യം, നമ്മൾ പാപം വഴി എഫെസോസ് 2:4, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹം. ആ സ്നേഹമാണ് കോർപ്പസ് ക്രിസ്റ്റി, ഈശോയുടെ പരിഹാരബലി, കാൽവരി മലമുകളിലെ പരിഹാരബലി. ഇന്ന് ഞാനിതെല്ലാം പറയാൻ കാരണം ഇന്ന് കർത്താവിൻ്റെ തിരുശരീരത്തിനും തിരുരക്തത്തിൻ്റെ ഫീസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ ഈശോ എഴുന്നേൽപ്പിച്ചത് പ്രസംഗിപ്പിക്കുക. ഇത് ഈ ഒരു ടീച്ചിങ്, ഈ ഒരു സെഷൻ എടുക്കാൻ കർത്താവ് വലിയൊരു പ്രചോദനം നൽകി. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ഒരു മേന്മകൊണ്ടുമല്ല, കൃപയാൽ എന്ന് വെച്ചാൽ എന്താ? കൃപയാൽ എന്ന് വെച്ചാൽ എന്താ? ഗ്രേസ്, ബൈ ഗ്രേസ് യു ആർ സേവ്ഡ്. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഈശോ പല ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കടമുണ്ടായിരുന്നിട്ട്, വലിയ കടമുള്ള ഒരാൾക്ക് ഇളച്ചു കൊടുത്തിട്ട് താഴെയുള്ള ആൾക്ക് ഇളച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട്, ഈഗോ അല്ലേ? നമ്മളോട് ഈശോ ചോദിക്കുക, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, എന്നിട്ടും നിന്റെ ഉള്ളിൽ വിഭാഗീയതയുടെ ആ കണിക എടുത്ത് ദൂരോട്ട് കളഞ്ഞു. വലിയ വിടുതലുകൾ കേരള സഭയിൽ സ്വർഗം അയക്കുവാൻ വേണ്ടി പോവുകയാണ്. വിഭാഗീയതകൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞു. കർത്താവ് ഇന്നൊരു മെസ്സേജ്, എനിക്ക് ഐ ഡോണ്ട് നോ, ഇന്ന് ഉറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു മെസ്സേജ് ഈശോ ഇന്ന് പങ്കുവയ്ക്കുവാൻ ചിലപ്പോൾ കുറച്ച് പേരെ ഇതൊക്കെ കേൾക്കത്തുള്ളായിരിക്കും. കാരണം ഈ ഒരു മെസ്സേജ് കോർ മെസ്സേജാണ്. അപ്പോൾ ഇത് ദൈവം ആഗ്രഹിക്കുന്നവരിലേക്ക് ദൈവം എത്തിക്കും. നിങ്ങളത് കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. അപ്പം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഈശോയുടെ ശരീരമാകുന്ന സഭ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കാരണം അത് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഒരൊറ്റ ഏരിയയിൽ അത് ഒരുമിക്കാൻ സാധ്യതയുള്ളൂ. അത് പഠിപ്പീര് കൊണ്ടോ തിയോളജി കൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടോ ഒന്നും ഈ സംഭവം നടക്കാൻ പോകുന്നില്ല. അത് നടക്കണമെങ്കിൽ യേശുവിൻ്റെ കുരിശുബലിയുടെ യോഗ്യത കൊണ്ട് ഒന്നും മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്നുള്ള സത്യത്തിലേക്ക് കേരളത്തിലുള്ള സകല ക്രൈസ്തവരും വരുന്ന നിമിഷം എല്ലാവരും ഈഗോ എടുത്ത് ദൈവത്തിന് മുന്നിൽ വെച്ചിട്ട് പറയും, ദൈവം ഇത് ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല,
നീ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുക. കർത്താവ് കാത്തിരിക്കുവാണ് നമുക്ക് വേണ്ടി. നമ്മൾ ഓർക്കുന്നത് ഒരാളെ ഒരു വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ സഭയെക്കുറിച്ച് മോശം പഠിപ്പിക്കുന്നു, ആ സഭ കറക്റ്റാണ്, ഈ സഭ കറക്റ്റാണ്, ഇതൊന്നും കർത്താവിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം നമുക്കെല്ലാം ഫ്രിക്ഷൻ, നമുക്കെല്ലാം അസ്വസ്ഥതയാണ്. ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് ജോയിൻസ് എവരി വൺ ടുഗദർ, അത് ഈ ഒരു സത്യമാണ്. പാപം വഴി നമ്മൾ മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യം, ഈശോ ഞാനിത് പ്രസംഗിക്കാൻ ടോക്ക് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് കർത്താവ് എനിക്ക് പ്രചോദനം ശക്തമായി നൽകി, എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഈശോ ഇത് ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്തുമോ? അപ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, മോനെ, ഇത് എല്ലാ പള്ളികളിലും ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കേരളം മുഴുവൻ മാറും. ഇഫ് യു ഡിസൈഡ്, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളൊരു ശുശ്രൂഷകനാകാം, നിങ്ങളുടെ സാധാരണ നിങ്ങൾ ഈശോ വസിക്കുന്ന ഈശോയുടെ മകനും മകളോ, നിങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഈ ഒരു വിഷനിലേക്ക് കടന്നു വരാൻ തുടങ്ങുമ്പോൾ, നിങ്ങളിലൂടെ അനേകർ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരും, സ്നേഹത്തിൽ പിടിക്കപ്പെടും. പിന്നെ പരിശുദ്ധാത്മാവ് ചെയ്യും, നമ്മളല്ല. ഇതൊരു ലോകത്തിലെ സാമുദായിക ശക്തിയല്ല ഇതിനെ നയിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്ന സമൂഹമാണ് ഈശോയുടെ ശരീരമാകുന്ന സഭ. എന്നോട് നാളെ ഒരു സഹോദരി ചോദിച്ചു, അനീഷ് ബ്രദർ തന്നെയാണോ ചെയ്യുന്നത്? തന്നെയല്ല ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഈശോ എനിക്ക് ഞാൻ ലാറ്റിൻ കാത്തലിക് ചർച്ചിലെ ആർച്ച് ബിഷപ്പ് ചക്കാലക്കെ പിതാവ്, ഞാൻ ഇപ്പോഴും ചക്കാലക്കെ പിതാവിനോട് സംസാരിക്കും. റാഫേൽ തട്ടൽ പിതാവ്. ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പല സമൂഹങ്ങളിൽ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകാറുണ്ട്. ഈശോ എന്നെ അയക്കാറുണ്ട്. ഞാൻ ഇവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, എല്ലാവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അത് കർത്താവ് നമുക്ക് നൽകും. ഇത് തന്നെയുള്ളൊരു സംഭവം അല്ല ഇത്. ഹല്ലേലൂയ. തന്നെ ആർക്കും ഈശോനെ പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. ഈശോ പറയും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ എന്ന് പറയുമ്പോൾ ഈശോയും ഈശോയുടെ ശരീരമാകുന്ന സഭയും. അപ്പം നിങ്ങളിന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഈശോയുടെ ശരീരമാകുന്ന സഭ, ആ സഭയോട് ചേർന്ന് അതൊരു സമുദായമല്ല, ഒരു സംഘടന, അത് സ്പിരിറ്റാണ്, ആത്മാവിനുള്ളൊരു യൂണിറ്റിയാണ്. അത് ഈശോയാണ്. ഈശോയോട് ചേർന്നാണ് നമുക്കിത് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് അനീഷ് തന്നെ എവിടെ വരുന്നു, അനീഷ് തന്നെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ഒരു വ്യക്തിക്ക് ഒരു പ്രസംഗം പറയാൻ പറ്റത്തില്ല. ഈശോയുടെ ശരീരവും അല്ലെങ്കിൽ ഈശോയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ, നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകാൻ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പം ഈ ഒരു ബിഷപ്സിൻ്റെ ഒക്കെ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി പൗലോസിനെ പഠിപ്പിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ആ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി അത് വലിയൊരു കോട്ടയാണ്. നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഈ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസം ഇന്ന് നമ്മൾ തിരിച്ചറിയുക, കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അപരിമേയമായ കൃപാസമൃദ്ധി, കർത്താവിൻ്റെ അപരിമേയമായ കൃപയുടെ സമൃദ്ധിയെ നമ്മളിലൂടെ വ്യക്തമാക്കുവാൻ, വരും കാലങ്ങളിൽ വ്യക്തമാക്കുവാൻ. കണ്ടോ, കർത്താവിൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധി, അപരിമേയമായ കൃപാസമൃദ്ധി. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഈ കൃപയുടെ സമൃദ്ധി നിറയപ്പെടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. കോർപ്പസ് ക്രിസ്റ്റി, യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്, ഡെലിവറൻസുകൾ സംഭവിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന ഒരു അപ്പച്ചൻ, ഈഴവ കുടുംബത്തിൽ ജനിച്ച അപ്പച്ചൻ മരിച്ചുപോയി കേട്ടോ. അപ്പച്ചൻ പണ്ട് എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞ, അവരുടെയൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിൽ നിന്ന് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ച് തിരിച്ച് വീട്ടിലോട്ട് യാത്ര ചെയ്യുന്നു. അന്നൊക്കെ 8-10 കിലോമീറ്റർ യാത്ര ചെയ്താണ് ആൾക്കാർ ഹോളി മാസിനും കമ്മ്യൂണിനും സ്വീകരിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് പള്ളിക്ക്. അപ്പോൾ വഴിയിൽ ആൾക്കാർ, നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കാത്തു നിൽക്കുമായിരുന്നു. അസ്വസ്ഥതയൊക്കെ, വീട്ടിൽ പിള്ളേർക്കൊക്കെ വയ്യായിരിക്കും, ഇവരൊന്ന് കൈവച്ചാൽ മതി. പ്രാർത്ഥിക്കുമ്പോൾ ബ്ലെസ്സിങ്, ഡെലിവറൻസ് കിട്ടുവാണ്, ഹീലിങ്സ് കിട്ടുവാണ്. ഇന്നത്തെ പോലെ ശുശ്രൂഷകരൊന്നും അന്നില്ല. ഏത് സ്ഥലത്ത് വീട് വെക്കുവോ അല്ലെങ്കിൽ ഒരു പറമ്പ് മേടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിങ്
ഈശോയുടെ തിരുശരീരവും രക്തവും സ്വീകരിച്ച ഒരു വ്യക്തി ബ്ലെസ് ചെയ്ത ഭയങ്കര പോസിറ്റീവ് എനർജി ആ പറമ്പ് മുഴുവൻ വ്യാപരിക്കുകയാണ്. പക്ഷെ അന്ന് ഇവർക്കെല്ലാം ഒരു യൂണിറ്റിയാണ്. യൂണിറ്റി എന്ന് വെച്ചാൽ അവരായിട്ടുണ്ടാക്കിയ യൂണിറ്റി അല്ല, ഹോളി സ്പിരിറ്റിലുള്ള യൂണിറ്റിക്ക് അവർ തന്നെ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തി. ഇന്ന് നമ്മൾ വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് യൂണിറ്റി നൽകും. ഇത് ആത്മാവിന്റെ അഭിഷേകത്തിലുള്ള ഒരു യൂണിറ്റിയാണ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. 8-ാം വാക്യം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പറയും, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇനി വചനം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് കേൾക്കാനുള്ള കൃപ ദൈവത്തിന്റെ ദാനമാണ്. കേട്ടിരിക്കാനുള്ള ആ ഒരു കർത്താവിന്റെ ആത്മാവ് മൂവ് ചെയ്യുമ്പോൾ അതിന് വിധേയപ്പെട്ട് കുറച്ചേരം ഇത് കേട്ടിരിക്കാം. ഇത് കേട്ടിരിക്കുക എന്നുള്ള പ്രചോദനം ലഭിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കണ്ടോ, ആരും അഹങ്കരിക്കേണ്ടതില്ല. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ആരും അഹങ്കരിക്കേണ്ടതില്ല. ഒരൊറ്റ ഒരാളും അഹങ്കരിക്കേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വാക്യങ്ങൾ കാണാതെ അറിയായിരിക്കും. അതുമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. തിയോളജി PhD കാണും, ബൈബിളിനെ കുറിച്ച് ഡോക്ടറേറ്റ് കാണും. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രാർത്ഥനക്കാരനായിരിക്കും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജപമാലയിലെ വ്യക്തിയായിരിക്കും. നമ്മൾ ഇതുമായിട്ട് നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെ ആയിട്ട് ഞാനിതൊക്കെ ആയിട്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അക്സെപ്റ്റ് ചെയ്യും? നോ. കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കും, എത്ര പ്രാർത്ഥന വേണം ചെല്ലും. പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഈഗോ വരുന്നുണ്ടെന്ന് മാത്രം നോക്കുക. അഹങ്കാരം, ആരും അഹങ്കരിക്കേണ്ടതില്ല. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല. അപ്പം ദൈവത്തിന്റെ ദാനമാണ് കോർപ്പസ് ക്രിസ്റ്റി. കർത്താവിന്റെ കരുണയാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തം. അത് സ്വീകരിക്കുന്ന സമയത്ത് ഇത് ദാനമാണെന്നുള്ള ബോധ്യത്തിൽ അഹങ്കാരമില്ലാതെ എൻ്റെ കർത്താവിന്റെ ശരീരമാകുന്ന സഭ, ആ സഭയിലുള്ള ഓരോ മകനും മകളും ഇന്ന് രാവിലെ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറയും, ഇന്ന് രാവിലെ ഈശോനെ ആദ്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. കർത്താവിന് ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തി. ഹല്ലേലൂയ. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി. കണ്ടോ, നാം ചെയ്യുവാൻ വേണ്ടി, നിങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികളുണ്ട്. നിങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തി. ആ സൽപ്രവർത്തി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. സൽപ്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അതല്ല. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഇത് അനീഷ് എന്ന വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ല ഇവിടെ. ഞാൻ പറയും, ഇന്ന് രാത്രി ഞാൻ കുറേ നേരം എന്താ ദൈവം ഇന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം കർത്താവ് എന്നോട് ഈ ഒരു മെസ്സേജ്, ഞാൻ ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് മനസ്സിലാകുന്നില്ല, തുടക്കം മുതൽ ഷെയർ ചെയ്ത ഒരു ഭാഗം, വിഭാഗീയതകളെ എടുത്തു മാറ്റി കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്ന, കർത്താവ് നൽകുന്ന കൃപയെ അതിനെ പൂർണ്ണതയിൽ സ്വീകരിക്കും. ഈ ഒരു സന്ദേശം ഇറ്റ്സ് എ വെരി ഹാർഡ് മെസ്സേജ്, ബട്ട് ഹോളി സ്പിരിറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ടു ഡെലിവർ ഇറ്റ് ഇൻ എ ഈസി മാനർ. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ അത് പരിശുദ്ധാത്മാവ് അത് ഈസി ആയിട്ട് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഒരു മെസ്സേജ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരള സഭ മുഴുവനും ഒരു റിവൈവലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. റിവൈവ് ചെയ്യുക. യെസ്, വെന്റിലേറ്റർ അല്ല, റിവൈവ് ചെയ്യുന്ന ഒരവസ്ഥ. വിഭാഗീയത കാരണം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരവസ്ഥ പോലെ സീംസ് ടു ബി ലൈക്ക് ദാറ്റ്. ബട്ട് ലോർഡ് വാണ്ട്സ് ടു റിവൈവ് അസ്. ലോർഡ് വാണ്ട്സ് ടു റിവൈവ് ചെയ്യുക. റിവൈവ് ചെയ്യാൻ ഇത് വേറെ വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ അഹങ്കാരം മാറ്റി എല്ലാം ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയുടെ യോഗ്യത ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ഒരു കർത്താവിൻ്റെ ഈ അനുഗ്രഹത്തിന്, അതായത് തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നമ്മളെ യോഗ്യരാക്കുന്ന ആ കൃപ സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരായി തീർന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഇന്നിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ ഈശോയെ, അവിടുന്ന് കുരിശിൽ ചിന്തിയ വിലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കഴുകുന്നു, വിശുദ്ധീകരിക്കുന്നു. എന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ എൻ്റെ ഈശോയുടെ തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും എൻ്റെ ഈശോയുടെ കുരിശുബലിയിലൂടെ ഞാൻ വിമോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു.
എല്ലാ സാത്താനിക ബന്ധനങ്ങളിൽ നിന്നും യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഞാൻ വിടുതലിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ സമ്പൂർണമായ ഡെലിവറൻസ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സമ്പൂർണമായ ഡെലിവറൻസ്, സമ്പൂർണമായ ഡെലിവറൻസ്, സമ്പൂർണമായ ഡെലിവറൻസ് അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയാൻ ആവശ്യപ്പെടുന്ന ഉള്ളിൽ ഇങ്ങനെ പ്രചോദനം നൽകുന്നു. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏത് വിഷയത്തിനകത്ത് ദൈവത്തിനൊരു ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിൻ്റെ വിടുതൽ അതിനി നടക്കാൻ പോവുകയല്ല, അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ആ അത്ഭുതം അത് നടക്കാൻ പോവില്ല, അതൊന്ന് ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് നടന്നു കഴിഞ്ഞത്? ഈശോ കുരിശിൽ പരിശുദ്ധ കുർബാനയായി, കോർപ്പസ് ക്രിസ്റ്റിയായി സകലതും പൂർത്തീകരിച്ച നിമിഷം അത് നടന്നു കഴിഞ്ഞു. മനസ്സിലായില്ല? വീണ്ടും പറയാം. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന, ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ അതൊരു ജോലിയുടെ കാര്യമാകാം, വിവാഹ സംബന്ധമായ കാര്യമാകാം, തലമുറയുടെ വിഷയമാകാം, വീട് വെക്കുന്ന കാര്യമാകാം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മാത്രമല്ല, ജീവിതത്തിലെ ചില നടക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ വിടുതലുകൾ പൂർണ്ണമായും ഈശോയുടെ കുരിശുബലിയിൽ നടന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഓൾറെഡി അക്കംപ്ലിഷ്ഡ്. അത് സംഭവിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. പൗലോസ്ലീഹാ സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈശോനെ പ്രസംഗിച്ചതിന് പേര് അവരെ കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹത്തിൽ കിടന്ന് അവർ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്താ പറയുക? അവർക്ക് പിടികിട്ടി, കുരിശിൽ വിടുതൽ നടന്നു കഴിഞ്ഞു. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ട വിടുതൽ കുരിശിൽ നടന്നു കഴിഞ്ഞു. ഡെലിവറൻസിന് വേണ്ട വില മുഴുവൻ ഈശോ കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ആര് പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും സ്തുതിക്കുവാനും ഈശോനെ ആരാധിക്കുവാനും തുടങ്ങുന്നു, അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് നിശ്ചയിച്ച സമയത്ത് ഇതെല്ലാം അങ്ങ് വെളിപ്പെട്ട് വരികയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം നിറയും. ചിലപ്പോൾ ഇന്ന് കടങ്ങൾ കാണും, പ്രശ്നങ്ങളൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ വിക്ടോറിയസ് ആയിട്ട് ജീവിക്കും. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വേറുള്ളവർ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ സാധിക്കുന്നതാവുക എന്ന് ചോദിക്കും. അതുപോലെ വലിയൊരു അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അങ്ങ് വഴി നടത്തും. അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിജയം. ഏറ്റവും വലിയ വിജയം അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആ ഡെലിവറൻസിനകത്ത് നിങ്ങളെ അങ്ങ് ജീവിപ്പിക്കും കർത്താവ്. ആ ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ അങ്ങ് നയിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ പ്രശ്നങ്ങളൊക്കെ ചുറ്റും നിൽക്കുക, ഇതിൻ്റെ നടുവിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങളങ്ങ് നിറഞ്ഞു ജീവിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ സൂപ്പർ നാച്ചുറലായിട്ട് അവരെയൊക്കെ ഡീൽ ചെയ്യുവാൻ, അവരോട് ക്ഷമിക്കുവാൻ, ഇതൊക്കെ ഗ്രേസ് പരിശുദ്ധാത്മാവ് നൽകുക. കൃപയാണ്, ഇത് കൃപയാ നമ്മൾ നേടിയെടുക്കുന്നതല്ല. ഈ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് കോർപ്പസ് ക്രിസ്റ്റിയുടെ ഈ തിരുനാൾ ദിവസം, ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ഈ ഒരു തിരുനാൾ ദിവസം ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം 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 നിറയപ്പെടട്ടെ, 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 നിറയപ്പെടട്ടെ. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, ഉള്ളിൽ തീ കത്തട്ടെ. ഉള്ളിൽ ആ തീയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കത്തി വ്യാപരിക്കട്ടെ. എല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശക്തമായ ശ്വാസ തടസ്സമുള്ള ഒരു വ്യക്തി യേശു സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു തോളിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയുള്ള ഒരു വ്യക്തിയെ യേശു തൊടുന്നു, സൗഖ്യമാക്കുന്നു. രമ്യ എന്നൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിടുതലുകൾ കർത്താവ് നൽകുന്നുണ്ട്. സോറിയാസിസ്, സ്കിൻ അലർജി ഡിസീസ് ഉള്ളവരെ കർത്താവ് നിമിഷം സ്പർശിക്കുന്നുണ്ട്. മനസ്സിൽ വല്ലാതെ കുറ്റബോധം കാരണം പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ കർത്താവ് നിമിഷം വിടുവിക്കുന്നുണ്ട്, ഡെലിവറൻസ് നൽകുന്നുണ്ട്. രഞ്ജു എന്നൊരു പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു.
മിഥുൻ എന്ന് പറഞ്ഞാൽ മിഥുൻ മിന്റു 2 പേരായിട്ട് ഈശോ അടുത്ത് കാണിക്കുന്നുണ്ട്. ശ്വാസതടസ്സമുള്ള ആ സംഭവം കർത്താവ് വീണ്ടും കാണിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഇപ്പം കർത്താവ് ഇൻസ്റ്റന്റേനിയസ്ലി ഒരു ഹീലിംഗ് നൽകുന്നുണ്ട്. ഭവനത്തിൽ പൈസ നിൽക്കാത്ത വ്യക്തി അതാരാ? ഭവനത്തിൽ നിങ്ങൾക്ക് പൈസ വരുമ്പോൾ നിങ്ങൾ എത്ര അധ്വാനിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പൈസ നിൽക്കത്തില്ല. നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണ് ഒന്നുമില്ല, വീട്ടിൽ പൈസ നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം നിങ്ങളിങ്ങനെ ഈ കണിയാനോ അങ്ങനെ ആൾക്കാരെയൊക്കെ പോയി കണ്ട് നിങ്ങൾ രഹസ്യത്തിൽ അവരുടെ അടുത്ത് ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും രഹസ്യത്തിലും പരസ്യത്തിലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കതിന് വലിയ ഫലമൊന്നും കിട്ടുന്നില്ല. ഒരു ടെമ്പററി ആയിട്ടൊരു എന്തോ സംഭവം വരുന്നുള്ളൂ. അപ്പം നിങ്ങളോട് ദൈവം ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഡെലിവറൻസിന് വേണ്ടി ദൈവം കുരിശിൽ വലിയൊരു വില കൊടുത്തു. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം നിങ്ങൾക്ക് വലിയൊരു വില കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം. എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ എനിക്ക് വിടുതൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. കർത്താവ്, ഈ ഒരു മേഖലയിൽ അങ്ങയുടെ കുരിശുബലിയിലൂടെ എനിക്ക് വിടുതൽ തന്നതിനായി നന്ദി. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി സാത്താന്റെ മേൽ വിജയം നേടിയ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട്, ഈശോയുടെ വിലയേറെ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ മേൽ നിനക്ക് വേണ്ടിയാണ് ദൈവം വിടുതൽ നേടിയത്. ദൈവത്തിന് സാത്താനും അടി, നിനക്ക് വേണ്ടിയാണ് ദൈവം കുരിശ് വിടുതൽ നേടിയത് കേട്ടോ, വിജയം നേടിയത്. ദൈവം സാത്താനും നമ്മൾ യുദ്ധവും, ദൈവത്തിന് മുമ്പ് സാത്താനും നിൽക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടിയായിരുന്നു ദൈവം വിടുതൽ നേടുക. ദൈവത്തിന് വിടുതൽ നേടി യേശു കുരിശ് വന്ന് മരിച്ച് യേശുവിന് വേണ്ടി, നിനക്ക് വേണ്ടിയാ, ഫോർ യു. അതുകൊണ്ടാണ് വചനം യോഹന്നാൻ 3:16, നിനക്ക് വേണ്ടി. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു. അതാണ് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി സാത്താന്റെ മേൽ വിജയം നേടി യേശുവിൻ്റെ വിലയേറിയ തിരുരക്തം. ആ തിരുരക്തം കൊണ്ട് പൊതിയപ്പെട്ട് നമ്മൾ ഭവനത്തിലിരുന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു അഭിഷേകം നിറയപ്പെടും. ഈശോ കുരിശിൽ കിടന്ന അവസാനം പറഞ്ഞ വാക്ക്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, മഹാരാജാവിന്റെ ഡിക്ലറേഷനാണ്. ആരാ പറഞ്ഞത്? മഹാരാജാവല്ലേ, രാജാക്കന്മാരുടെ രാജാവ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സോളാർ സിസ്റ്റത്തെ മുഴുവനും എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്ന ആള് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ ഏറ്റവും ശക്തമായ വാക്കാണ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ വിടുതൽ നടന്ന നിമിഷം ആ സെക്കൻഡിലാണ്. കോർപ്പസ് ക്രിസ്റ്റിയായി യേശു മാറിയ ആ നിമിഷം തിരുശരീരവും തിരുരക്തവും ആ ഡെലിവറൻസ് മാനിഫെസ്റ്റ് ചെയ്തു. കർത്താവ് നിനക്ക് വേണ്ടിയുള്ള ഡെലിവറൻസ് അവിടെ മാനിഫെസ്റ്റ് ചെയ്തു. ഇന്ന് മുതൽ ഇത് ഏത് വ്യക്തി ഏത് കാലഘട്ടത്തിൽ എപ്പോൾ തിരിച്ചറിയുന്നു അന്ന് മുതൽ അവൻ്റെ അലച്ചിലുകൾ തീരുവാണ്. കാരണം അവന് മനസ്സിലാവും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയൊരു വില കൊടുത്തു. എൻ്റെ വിടുതലുകൾ കുരിശിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കടം കാണും, പക്ഷെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞപ്പെട്ടാവുണ്ടല്ലോ, ആ ഭാരം എടുത്തു, ആ ഭാരം ഇല്ല. പിന്നെ നിങ്ങളെ കാണുമ്പോൾ അത്ഭുതമായിട്ട് ലോകം കാണും. അതായിരുന്നു അപ്പസ്തലന്മാരുടെ ജീവിതം. അവരെ കണ്ടപ്പോൾ അന്നത്തെ കാലത്തുള്ളവർ അത്ഭുതപ്പെട്ടു. ഇവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇവർക്ക് ഇതൊരു അഫക്റ്റ് ചെയ്യുന്നില്ല, ഇതെന്താ ഇങ്ങനെ? ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ, അയ്യോ അവർക്ക് ഇത്രയും വലിയ പ്രശ്നം, ശൂന്യതകളുണ്ടല്ലോ, പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളത് ബോധർ ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയവന് ഇതൊന്നും ബോധർ ചെയ്യില്ല, അവൻ വേറൊരു ലോകത്താണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിശുദ്ധാത്മാവ് വേറൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക്. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നും ഒരു അവിടെ വിഷയമല്ല, കടമാണ്, ആ ഇഷ്യൂ ആണ്, തലമുറയുടെ വിഷയമാണ്, അതൊക്കെ അവിടെ നിൽക്കും. പരിശുദ്ധാത്മാവുമായിട്ട് വേറെ ഹൈലി എന്നാ പറയുന്നത്, സ്വർഗവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് നിൽക്കുവാണ്. ആ ഒരു ഹയർ ലെവലിൽ ജീവിക്കുവാനാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഒരു വചനോടെ വായിക്കുക, കൊളോസസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു,
അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞേ, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. എപ്പോഴാണ് വിമോചിപ്പിച്ചേ? ഈശോ കുരിശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞ നിമിഷം നിങ്ങൾ വിമോചിപ്പിക്കപ്പെട്ടു. ഈ വിമോചിപ്പിക്കപ്പെട്ടതായിട്ട് തോന്നുന്നില്ല, ഇപ്പോഴും ബന്ധനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ മെസ്സേജ് ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അതാണ് എൻ്റെ കാരണം. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ കാര്യം ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഇപ്പോഴും ഉള്ളിൽ ഈഗോ നിപ്പുണ്ട്, വിഭാഗീയത നിപ്പുണ്ട്. അതാണ് കാരണം. ഈഗോയും വിഭാഗീയതയും മാറ്റി എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ ഒരു ശിശുവിനെ പോലെ ആ ശിശുസഹജമായ ഹൃദയത്തിൽ, ആ ഇന്നസെൻസിൽ നമ്മൾ ഈശോയേന്ന് വിളിച്ച് ആ നിഷ്കളങ്കതയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഡൊമീനിനും നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചു. പറഞ്ഞ് എന്നെ വിമോചിപ്പിച്ചു എൻ്റെ യേശു. ഇന്നത്തെ ദിവസമല്ല ഇത് പ്രസംഗിക്കേണ്ടത്. ഈശോയുടെ തിരുശരീരത്തിനും തിരുരക്തത്തിനും തിരുനാൾ ദിവസം ഇന്നലെ ഇത് പ്രസംഗിക്കേണ്ടത്. ഇന്നാ ഇത് പ്രസംഗിക്കേണ്ട ദിവസം. അതുകൊണ്ട് ഇന്ന് എന്നെ ഉറങ്ങാൻ പോലും കർത്താവ് സമ്മതിപ്പിക്കാതെ ഈ ലൈവ് ചെയ്യിപ്പിക്കുന്നു. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചു. ഇന്ന് വേണ്ട വെള്ളക്കാരുടെ ശുശ്രൂഷയുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനിന്ന് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങി. പക്ഷെ ഇന്നിങ്ങനെ ലൈവ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. പക്ഷെ ഈശോയുടെ മക്കൾക്ക്, ഈ ഒരു കേരളത്തിലുള്ള മക്കൾക്ക്, മലയാളം സംസാരിക്കുന്ന മക്കൾക്ക് ഈ ഒരു മെസ്സേജ് പങ്കുവെക്കാൻ ശക്തമായ പ്രചോദനമുണ്ട്. അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ആനയിക്കുക എന്നൊരു വേർഡാ. തള്ളിയിട്ടെന്നോ വലിച്ചു കയറ്റിയെന്നോ, ആനയിച്ചു, എതിരേറ്റു, ആനയിച്ചു, വാ ആനയിച്ചു. കൂടെ ഈ കല്യാണത്തിന് നമ്മൾ ഈ വെസ്റ്റേൺ വിവാഹത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ബ്രൈഡ് ഗ്രൂമിനെ അപ്പനിങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് ആനയിച്ചു കൊണ്ടിരിക്കുക. അവർ ആനയിച്ചു. യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഈശോയുടെ രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈശോയുടെ രാജ്യത്ത് പറഞ്ഞു, ഞാൻ ഈശോയുടെ രാജ്യത്തിലാണ് ആയിരിക്കുന്നത്. അമേരിക്കയുടെ അംബാസഡർ ഇറാനിലും ഇറാഖിലും പാകിസ്ഥാനിലും ഇന്ത്യയിലാണെങ്കിലും, അമേരിക്കയുടെ കോൺസുലേറ്റിൽ പോയിട്ടുണ്ടോ? ചെന്നൈയിൽ കോൺസുലേറ്റിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും കോൺസുലേറ്റിൽ പോയിട്ടുണ്ടോ? ആ ഒരു ടെറിട്ടറി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ജൂറിസ്ഡിക്ഷൻ അകത്താണത് ആ ഒരു ലൊക്കേഷൻ നിൽക്കുന്നത്. അവർ ഇന്ത്യയിലാണെങ്കിൽ പോലും ആ ഒരു ലൊക്കേഷൻ, അതിൻ്റെ ഭരണം മുഴുവൻ എന്താ, അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്. അതുകൊണ്ടാണ് ഈ ഇന്നലെ ഇറാൻ പറഞ്ഞത് അവരുടെ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലല്ല, ഈ റീജിയനെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയം ഒരിക്കൽ 5 വർഷം മുമ്പ്, ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം ആയിരക്കണക്കിന് മനുഷ്യർ അറബിക്ക് രീതിയിൽ ഇങ്ങനെ ഓരോന്ന് അയച്ചിട്ട് പറയും, ഞങ്ങൾ മന്ത്രവാദം ചെയ്ത് നിന്നെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നൊക്കെ പറഞ്ഞു. കുറേ നാൾക്ക് മുമ്പ് ഇങ്ങനെ മെസ്സേജ്, 1-2 പേരില്ല, ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പം ഞാൻ ഈ കൂട്ടായ്മ ഇങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന കുറേ സൗരങ്ങൾ, അപ്പോൾ അവർ എന്നോട് പറയാം, അനീഷേട്ടാ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ നമ്മളെ ശുശ്രൂഷയ്ക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഈശോ അന്ന് എനിക്ക് തന്ന ഒരു ഉറപ്പിതായിരുന്നു, യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇവിടെ നീ തനിച്ചല്ല. ആ ഈശോ പറയാം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഭീഷണികൾ ഒരുപാട് വരുമായിരുന്നു. ഈശോയുടെ കുരിശ് ബലിയെക്കുറിച്ച് പറയരുത്, കുരിശിലെ പരിഹാര ബലിയെക്കുറിച്ച് പറയരുത്, ഭീഷണികൾ. ആ ഭീഷണികൾക്ക് വഴങ്ങുന്നില്ലെന്ന് കേട്ടപ്പോൾ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര ഭീഷണികൾ, അതൊന്നും അവിടെ വിലപ്പോയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അവരൊക്കെ നിർത്തിപ്പോയി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഹെവൻ വിൽ ബാക്ക് യു അപ്പ്. സ്വർഗം നിങ്ങളെ ബാക്ക് ചെയ്യും, സ്വർഗം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും കേൾക്കുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. ഈശോ നിങ്ങളെ ബാക്കപ്പ് ചെയ്യും. കാരണം ദൈവരാജ്യത്തിന് ശക്തി അവിടെ ഇറങ്ങും. അമേരിക്കയുടെ ഏതെങ്കിലും അംബാസഡർ ഞാൻ തനിച്ചാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് അവിടെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് താൽക്കാലികമായ ഒരു അസ്വസ്ഥ പോലെ ഫീൽ ചെയ്യും. ബട്ട് ദെൻ ഏത് വ്യക്തിയാണോ, ഏത് റലമാണോ തൊട്ടത്, ആ റലത്തെ ഡീൽ ചെയ്യുന്നത് കിങ്ഡം ഓഫ് ഗോഡാണ്, ദൈവരാജ്യമാണ് റലം ഡീൽ ചെയ്തത്. ദൈവരാജ്യം, അതാ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് സ്പോട്ട്. അപ്പൊ ഈശോയുടെ രാജ്യത്തിലുള്ളവർക്ക് പരസ്പരം ഒരു വിധേയത്വവും സ്നേഹവും ഉണ്ടായിരിക്കണം. കാരണം ഈ രാജ്യത്തിലുള്ള എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവിടെ ഈഗോ ഒന്നുമില്ല. ഈ രാജ്യത്തിനകത്ത് കയറണമെങ്കിൽ ഇവിടെ ഈഗോ ഒന്നുമില്ല.
ഞാൻ യാക്കോബായ, ഞാൻ ഓർത്തഡോക്സാ, ഞാൻ കത്തോലിക്കാ, ഞാൻ ബെന്തക്കോസ്താ, ഞാൻ കരിസ്മാറ്റിക്കാ, ഞാൻ ആ മിനിസ്ട്രി ഈ മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേലിക്ക് പുറത്ത്, അതൊക്കെ വേലിക്ക് പുറത്ത്. ഇതിനകത്തോട്ട് കയറണമെങ്കിൽ അതൊക്കെ ഭൂമിയിലുള്ള ഐഡന്റിറ്റിയും സംഭവങ്ങളൊക്കെ. ഈ വേലിക്ക് ദൈവരാജ്യത്തിനകത്ത് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരൊറ്റ ഇതേ ഉള്ളൂ, ഈശോയുടെ മകനും മകളും, നിഷ്കളങ്കമായ ഹൃദയം. അതുള്ള ആർക്കും പ്രവേശിക്കാം. ഈഗോ ഇല്ലാത്ത ആർക്കും കയറാം. ഈഗോയും പറ്റത്തില്ല, ഞാനെന്ന ഭാവവും പറ്റത്തില്ല, നമ്മുടെ മേന്മയും പറ്റത്തില്ല, കുടുംബ പാരമ്പര്യവും പറ്റത്തില്ല. ഇതൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് അതോടും പറ്റത്തില്ല. സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട് ദൈവം അവിടെ നോക്കുന്നത് ഇതൊന്നും, ദൈവം നോക്കുന്നത് നിന്റെ ഉള്ളിലോട്ടാണ്. ഡു യു ഹാവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻസൈഡ് ഓഫ് യു? ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ ഉള്ളിലുണ്ട്. എന്താ നിത്യജീവൻ എന്നുള്ളത്? നിത്യജീവൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം? നിത്യജീവൻ, നമ്മൾ നിത്യജീവൻ എന്ന് പറയാൻ മരണശേഷമുള്ള ജീവൻ. ഇത് ബൈബിളിനെ വ്യക്തമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലായി, ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിന്റെ ജീവൻ, നിത്യമായ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ. ആ ക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി സിമ്പിൾ ആവുകയാണ്, ഇന്നസെൻസ്, നിഷ്കളങ്ക. നമ്മളെ നിഷ്കളങ്കരാക്കി പരിശുദ്ധാത്മാവ് മാറ്റി. വിമർശിക്കാൻ നമുക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളൊരു വ്യക്തിയെ ആ വ്യക്തിക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. ചിലവരെന്നോട് ചോദിക്കാറുണ്ട്, ഈ കുറേ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു, ചില സഭാ സമൂഹങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ, അവർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, നമ്മൾ അതിനെ തെറ്റിനെ കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, വിമർശിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, യേശുവോ ശിഷ്യന്മാരോ എവിടെയെങ്കിലും ജൂതന്മാരെ, ജനിച്ചു വളർന്ന സമൂഹത്തെ വിമർശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്? പറയാമെങ്കിൽ എന്തെല്ലാം കാര്യം പറയായിരുന്നു, എങ്ങും പറയുന്നില്ല. അവരെ ഏൽപ്പിച്ച ദൗത്യം ഈശോയുടെ സ്നേഹത്തെ, കരുണയെ, ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ പ്രസംഗിക്കുക, കൊടുക്കുക. ആൾക്കാർ എതിരായിട്ട് നിന്നു, പീഡിപ്പിച്ചു, രക്തസാക്ഷികളുണ്ടായി. പക്ഷെ അതിൻ്റെ നടുവിലും ഏൽപ്പിച്ച മിഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ദൗത്യം. That's all we are called to do. Rest the job, Holy Spirit will take care of it. നമ്മൾ ഹോളി സ്പിരിറ്റിന്റെ ജോബ് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ദുശീലമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഉപദേശിച്ചിട്ട് ആ വ്യക്തി നന്നാകുന്നില്ലായിരിക്കും. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ മേൽ കരം വെച്ച് ഈശോയുടെ നാമത്തിൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് ഈശോനെ പങ്കുവെച്ച് ആ വ്യക്തിയെ നിങ്ങൾ കൈവച്ച് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വന്നിരിക്കും. പഴയ നിയമത്തിൽ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ആശ്രയിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയവനാണ് ദൈവത്തിന്റെ ഹിതവും വചനവും കൽപ്പനകളും അനുസരിക്കാൻ സാധിക്കുന്നത്. ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് ഈശോ പറയും, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജൂദയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സാക്ഷികളാകും. ഈശോ പറഞ്ഞോ? തലകുത്തിയാണോ ഈശോ പറഞ്ഞ? അല്ല. നിങ്ങൾ ജെറുസലേമിൽ പോയെന്ന് സാക്ഷ്യം പറയണം കേട്ടോ, നിങ്ങൾ ജൂദയായി പോയൊരു സാക്ഷ്യം പറയണം കേട്ടോ, നിങ്ങൾ ലോകം മുഴുവനും പോയി എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാം, ഞാൻ അനുഗ്രഹിക്കാന്നാണോ ഈശോ പറഞ്ഞു? നോ. ഈശോ പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുക. കുരിശിൽ ഞാൻ വില കൊടുത്തു, എൻ്റെ ബലിയിൽ ആശ്രയിക്കുക. ഇന്ന് ഈശോ നിനക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. കോർപ്പസ് ക്രിസ്റ്റിയിൽ ഈശോയുടെ പരിഹാര ബലി നീ ആശ്രയിക്കുക. നിന്റെ സകല വിടുതലുകളും ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നടന്നു കഴിഞ്ഞിരിക്കുന്നു. ടെറ്റനസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. മഷേലേം, ഹല്ലേലൂയ, മഷേലേം, ടെറ്റനസ്റ്റായി. മഷേലേം അറാമിക്കും, ടെറ്റനസ്റ്റായി ഗ്രീക്കിനാണ് ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു, അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നൗ കം ആൻഡ് റെസ്റ്റ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക മകനെ, മകളെ. നിന്റെ ഉള്ളിൽ ഞാൻ വന്ന് വസിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവം വന്ന് വസിച്ച് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ഗ്ലോറിയസ് ലൈഫാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ലൈഫ്. ആ ലൈഫിലേക്കാണ് ഈശോ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വിളിക്കുകയാണ്. എല്ലാവരും വിളിക്കുക. നിങ്ങളുടെ വീട്ടിലൊരു വ്യക്തിക്ക് ചില ദുശീലങ്ങളുണ്ടെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരക്തം കൊണ്ട് അവരെ മുദ്രയിട്ടിട്ട് ആത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച്
ഡീമോണിക് ആയിട്ടുള്ള സ്ട്രോങ് ഹോൾഡുകൾ എല്ലാം ബ്രേക്ക് ഓഫ് ആവും, ബ്രോക്കൺ ആവും. കർത്താവിന്റെ മഹത്വം വ്യാപരിയും. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഈശോ അത്തരത്തിലുള്ള സ്ട്രോങ് ഹോൾഡുകളുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ അഭിഷേകം അവരിൽ നിറയപ്പെടട്ടെ. മദ്യപാനം, സ്മോക്കിങ്, ഡ്രഗ്സ്. ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ ഡ്രഗ്സിന്റെ ഈ സ്ട്രോങ് ഹോൾഡുകൾ ബ്രേക്ക് ആവും. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ബ്രേക്ക് ഓഫ് ആവാറുണ്ട്. ചില വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഒന്നും നമ്മളിൽ ആശ്രയിക്കരുത്, ഈശോയിൽ ആശ്രയിക്കും. ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിൽ സംഭവിക്കട്ടെ. ഞാൻ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലവർക്ക് ദിവസങ്ങൾ ഉറങ്ങാൻ കഴിയാത്തവർക്ക് ഉറക്കം ലഭിക്കുന്നു. അവർ ഡ്രഗ്സിൽ നിന്ന് ചിലവർ ക്രമേണ വിടുതൽ കിട്ടാറുണ്ട്. ചിലവർക്ക് ഇൻസ്റ്റന്റേനിയസ് കിട്ടാറുണ്ട്. ചിലവർക്ക് മാസങ്ങളെടുത്ത് കിട്ടാറുണ്ട്. അത് എപ്പോഴെങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഏൽപ്പിച്ച ദൗത്യം ആത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തികൾക്കും ലഭിക്കുവാൻ നമ്മൾ ഈശോനെ പങ്കുവയ്ക്കും. ഞാൻ ഇന്നലെ ഈ ഒരു കാര്യം ഈശോ എന്നെ കൊണ്ട് ഇപ്പം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടണം. ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം നിങ്ങൾ നിറയപ്പെടുകയാണ്. ഈ ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഈശോയുടെ സാക്ഷിയാകാൻ പറ്റുന്നത്. ഈശോയുടെ സാക്ഷിയായി കഴിഞ്ഞാൽ ആത്മാവിന്റെ അഭിഷേകം കിട്ടും എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് ആത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോയുടെ സാക്ഷിയാകും എന്നതാണ് പുതിയ നിയമം. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമം കൽപ്പനകളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പുതിയ നിയമം കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തും. അവിടെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുവാനുള്ള വലിയൊരു കൃപയും പരിശുദ്ധാത്മാവ് നൽകുവാണ്. ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ സമയമുണ്ടെങ്കിൽ. എബ്രായ ലേഖനം 10ാം അധ്യായത്തിൽ എബ്രായർ 10:16. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും. അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു. അവരുടെ ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും. കണ്ടോ, ഹൃദയങ്ങൾക്ക് എങ്ങനെ നൽകുന്നത്? ഹൃദയങ്ങൾക്ക് നൽകണമെങ്കിൽ ദൈവം നമ്മളുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ട്. അപ്പൊ പുതിയ നിയമം എന്ന് വെച്ചാൽ ആ ഒരു ഫെലോഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു പുതിയ ജീവിതമാണ്. ഫെലോഷിപ്പ് ദൈവമായിട്ട് ഭയങ്കര ഒരു പേഴ്സണലായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നേക്കുവാണ്. പഴയ നിയമത്തില് ദാവീദും മറ്റ് കർത്താവിന്റെ പ്രിയപ്പെട്ടവരൊക്കെ അവർ കൽപ്പനകളെ മുറുകെ പിടിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ദാവീദിനൊക്കെ ജീവിതത്തിൽ വലിയ മിസ്റ്റേക്കുകൾ വന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ദൈവത്തിനറിയാം പഴയ നിയമത്തിൽ വന്ന ആ ഒരു ഫോൾട്ട് എന്തൊക്കെയായിരുന്നു. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് പഴയത് നല്ലതായിരുന്നെങ്കിൽ പുതിയതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ പഴയതിനകത്തൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു, ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ദൈവം തന്നെ ഇന്ന് ഭൂമിയിൽ വന്ന് നമ്മുടെ കൂടെ വന്ന് സഹവസിച്ച് ഇരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമത്തെ അവിടെ നിന്ന് നൽകുന്നത്. അതായത് ആത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാ കോർപ്പസ് ക്രിസ്റ്റി ഇന്ന് ഈശോയുടെ തിരുശരീരം തിരുരക്തം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഈശോ വന്ന് വസിക്കുമ്പോൾ ആത്മാവാം ദൈവമേ എന്നെ വഴി നടത്തണമേ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവേ എന്നെ ശക്തിപ്പെടുത്തണം. അപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ് നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഗൈഡൻസ് നൽകും. സൂപ്പർ നാച്ചുറലായിട്ട് നമുക്ക് ചില അഡിക്ഷൻസിൽ നിന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടും. ചിലപ്പം അമിതമായ ആസക്തിയായിരിക്കും. ആ ആസക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അഭിഷേകം പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് അതിലും വലിയൊരു സന്തോഷം ഉള്ളിൽ വന്ന് അറിയുവാണേ. അതിലും വലിയൊരു സന്തോഷം. നൂറുകണക്കിന് ആൾക്കാരുടെ അനുഭവത്തോട് ചേർന്നായിരുന്നു പറയാം. ഞാൻ ജസ്റ്റ് ചുമ്മാ കൈ നിന്നിട്ട് പറയുക. എത്രയോ മനുഷ്യരുടെ മദ്യപാനം, ഡ്രഗ് അഡിക്ഷനിലുള്ളവരുടെ അനുഭവം എന്നറിയുന്നത്. ഉപദേശിച്ച് കൽപ്പനകളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പേടിപ്പിച്ചിട്ടൊന്നും അതൊന്നും മനുഷ്യനെ മാറ്റുന്നില്ല. ആൾക്കാർ പറയും നിയമം കർക്കശമാക്കുക. നിയമം കർക്കശമാക്കി കഴിഞ്ഞാൽ, കൽപ്പന കർക്കശമാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ മാറുമെന്നാണോ? നമ്മളൊരു നിയമം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടിരിക്കുന്ന വഴിയിൽ ഇത് ചെയ്യരുത്, ആ ഒരു റോഡ് മുറിച്ച് കടക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം അവിടെ വെച്ചേക്കുവാണ്.
ഇവിടെ 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 പണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വഴിയിൽ ഇങ്ങനെ ചില മതിലേൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പോസ്റ്ററുകൾ പതിപ്പിക്കരുത് പറയും. അവിടെ തന്നെ കൊണ്ട് പോസ്റ്റർ പതിപ്പിക്കുക ആൾക്കാർ. നിയമം അവിടെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ടെൻഡൻസിയാണ്. എന്നാൽ അതില്ലെങ്കിൽ അത് മൈൻഡ് പോലും ഇല്ല. അങ്ങനെയുള്ള മതിലുകളെ മൈൻഡ് പോലും ചെയ്യാവുന്ന നല്ല വൃത്തിയായിട്ടിരിക്കുന്ന മതിലാണ് അവിടെ ഒന്നും ചെയ്യേണ്ടെന്ന് ഓർത്ത് അങ്ങ് പോകും. ചിലവർ പരസ്യം പതിക്കരുന്ന് എഴുതി വെച്ചിരിക്കും, അവിടെ കൊണ്ടുപോയി പരസ്യം പതിപ്പിക്കും. അതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രശ്നം. പക്ഷെ നിയമം മോശമല്ല. റോമാലേഖനം 3:20 കൽപ്പനകൾ ദൈവം നൽകിയിരിക്കുന്നത് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകാനാണ്. പക്ഷേ അതല്ല നമ്മുടെ സ്ട്രെങ്ത് യേശുവാണ്, ഈശോയാണ്, നമ്മുടെ നാഥനാണ്. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ്. നമ്മൾ വരേണ്ടത് ഈശോയുടെ കുരിശ് ബലിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അനന്ത കരുണയിലേക്കാണ് എല്ലാ ദിവസവും. ആ കരുണയുടെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവത്തിന്റെ ഹിതവും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയൊരു ഗ്രേസ് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും കോർപ്പസ് ക്രിസ്റ്റി നമുക്ക് പ്രദാനം ചെയ്യുക. ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നല്ല യേശുവേ, ഞങ്ങൾ ഇന്ന് ഈ ഒരു സമയം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയതിനായി നന്ദി പറഞ്ഞു. ഈ ഒരു പ്രഭാതത്തിൽ ഇവിടെ ഇപ്പം 3 മണിയായി. ഇന്ന് കർത്താവ്, ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയാതെ കർത്താവ് ഇന്ന് തന്നെ ഉണർത്തി ഈ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചല്ലോ. ഇവർ ദൈവമക്കളുമായിട്ട് വചനം ഷെയർ ചെയ്യുവാനും ഒക്കെ ആയിട്ട് അതിനായിട്ട് നന്ദി പറയുന്നു. ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇത്ര നേരം ഈശോയോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നൽകിയ ഒരു അവസരത്തിന് നന്ദി പറയുന്നു. ഇന്ന് കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ, ഹോളി കമ്മ്യൂണിയൻ്റെ തിരുനാൾ, ആ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണം. യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹം നൽകി ഓരോ മക്കളെയും ബ്ലെസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിന്ന് പുറത്തു വരട്ടെ. സ്നേഹം, ആനന്ദം, ദയ, ക്ഷമ, ആത്മസംയമനം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലം, ഇന്ദ്രിയ ജയം, ആ ഫലങ്ങൾ ഞങ്ങളിന്ന് പുറത്തു വരുവാൻ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിന്ന് പുറത്തു വരട്ടെ. ഭാഷാവരങ്ങൾ നൽകി കൂട്ടായ്മയുള്ള മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഓരോരുത്തരിലും നിറയെ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഫലങ്ങൾ ഉണ്ടാകുന്ന സഹോദരങ്ങളെ? ഫലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫലം ഒരു മാരേജിൽ ഫലം ഉണ്ടാകുന്ന, ഒരു കുഞ്ഞുണ്ടാകുന്നത് റിലേഷൻഷിപ്പിലൂടെയാണ്. കർത്താവുമായുള്ള റിലേഷൻഷിപ്പിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. വിത്തൗട്ട് റിലേഷൻഷിപ്പ് അതുണ്ടാകത്തില്ല. ഈശോയായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. റിയലൈസ് ദാറ്റ് വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് എ വണ്ടർഫുൾ ഗോഡ്. നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവമായിട്ട് നീ റിലേഷൻഷിപ്പിലാണ്. നിന്നെ ഒരുപാട് കരുതുന്ന ഈശോയുമായിട്ട് നീ ഒരു റിലേഷൻഷിപ്പിലാണ്, വലിയൊരു ബന്ധത്തിലാണ്. ആ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചു ചെയ്യുന്നത്. റിലേഷൻഷിപ്പാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചർച്ചയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചർച്ച് കർത്താവിൻ്റെ ശരീരമാണല്ലേ. നമ്മൾ ഈശോയുടെ സഭ. ഈ പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെൻസസ് വരുമ്പോൾ അവർ നോ റിലീജിയൻ എന്ന് കുത്തും. ഇപ്പം നോ റിലീജിയൻ എന്ന് കുത്തിയേക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ പറയും ഞങ്ങൾ ഒരു റിലീജിയനുമായിട്ട് അഫിലിയേറ്റ് ഇല്ല, ഞങ്ങൾ ഈശോയുമായിട്ട് മാത്രമേ അഫിലിയേറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലൊക്കെ ഇപ്പം സെൻസസ് വരുമ്പോൾ ആൾക്കാർ അവർക്ക് മതമില്ലെന്ന് പറയാം. മതമില്ലാത്തവരല്ല, അവർ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽ നല്ല ശതമാനം ആൾക്കാർ ഏത്യസ്റ്റ് ഒന്നുമല്ല. പക്ഷെ അവർ പറയും ഞങ്ങൾ ഈശോയുടെ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നോ റിലീജിയൻ എന്ന് പറഞ്ഞ് മാർക്കിടും. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ മതങ്ങളെല്ലാം ഇല്ല എന്ന് പറയും. മതങ്ങളല്ല, അവർ റിലേഷൻഷിപ്പിലാണ്, ഈശോയുടെ റിലേഷൻഷിപ്പ് ഉള്ളവരാണ് നല്ല ശതമാനം ആൾക്കാരും. പക്ഷേ അവർ മറന്നു പോകുന്ന കാര്യം എന്താ? ഈശോയുടെ ശരീരവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറന്നു പോകുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈശോയുടെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കർത്താവിൻ്റെ മക്കളാകുന്ന നമ്മൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്നേഹബന്ധം പിന്നെ ഈശോ അത് ആഗ്രഹിക്കുന്നു. അതിന്ന് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം കാണും, ഒരു ക്രോസ്, എക്സും വൈ ആക്സിസ്, 2 ആക്സിസ് അല്ല, ഒരു കുരിശ്. ഈശോയുമായിട്ടുള്ള ബന്ധം, ഒന്ന് ഈശോയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ മറ്റേത് ഈശോയുടെ മക്കളുമായിട്ടുള്ള ബന്ധം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ന് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മൾ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കടന്നു പോകുന്ന ഈ ദിവസം
ഇന്ന് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ ഇത് രണ്ടും നമ്മൾ ആത്മശോധന ചെയ്യണം. അതായിരുന്നു ഇന്നത്തെ മെസ്സേജിന്റെ കോർ തീം. അതിലേക്ക് ഈശോ ഒന്ന് തിരിച്ച് മടക്കിക്കൊണ്ട് വന്നതാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. ആ വാക്യം ഒന്നും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു കൺക്ലൂഷൻ ഇന്നത്തെ ടോപ്പിക് എന്തിനെക്കുറിച്ചായിരുന്നുള്ളതിന് പെട്ടെന്ന് നമ്മൾ മിസ്സായിട്ട്. 1 Corinthians 11-27 വാക്യം. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈശോയുടെ ശരീരമാകുന്ന സഭയെ നമ്മളിവിടെ മനസ്സിലാക്കണം, വിവേചിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ പൗലോസ്ലീഹ 12-ാം അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും എന്ന് പറയത്തില്ലായിരുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം, ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും. ഈശോയുടെ ശരീരം, കാരണം ഇതിന് തൊട്ട് മുമ്പ് അത്താഴ വിരുന്നിൽ ഒരു ഭിന്നിപ്പ് നടന്നു. അതിനെക്കുറിച്ചാണ് 11-ാം അധ്യായം 17-ാം വാക്യം. ഹെഡിങ് തന്നെ അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ്, ഭിന്നതയുണ്ടായി. അപ്പൊ ഭിന്നത വീട്ടിലുണ്ടെങ്കിൽ, ഇടവകയിലുണ്ടെങ്കിൽ, ഭിന്നത സമൂഹത്തിലുണ്ടെങ്കിൽ, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിന് മുൻപ് വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഭിന്നത ഇറക്കി വെക്കുക. എനിക്കാരോടായിട്ട് ഭിന്നതയില്ല. എല്ലാം ഈശോയുടെ മക്കളാണ്, ഈശോയുടെ പ്രിയപ്പെട്ടവരാണ്, ഈശോയുടെ വേണ്ടപ്പെട്ടവരാണ്. അവരെ ഈശോയെ അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രവൃത്തിയെ ഞാൻ ആശ്രയിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ബ്ലസ്സിങ്, ഡെലിവറൻസ്, ഹീലിംഗ്, മിറക്കിൾസ്. ആരും തല കൈവെക്കട്ടെ, നിങ്ങൾ സംഭവിക്കും. കാരണം യേശു ക്രൂശ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ഡെലിവറൻസ് മുഴുവൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു. ഇന്ന് മുതൽ തീരുമാനം എടുത്തു, ഏത് പള്ളിയിൽ എവിടെ കുർബാന, എവിടെ വേണേലും ഈശോയെ ആരാധിക്കാൻ പോവാം. എവിടെ ഏത് രീതി വേണേലും ഈശോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിൽ ഈശോനെ ആരാധിക്കാൻ പറ്റിയ പല ആഫ്രിക്കക്കാരുടെ കൂടെ ഞാൻ ഈശോ ആരാധിച്ചിട്ടുണ്ട്, കംബോഡിയക്കാരുടെ കൂടെ ഈശോ ആരാധിച്ചിട്ടുണ്ട്, വെള്ളക്കാരുടെ കൂടെ, അതും പോളിഷുകാരുടെ കൂടെ, ഇറ്റാലിയൻസിൻ്റെ കൂടെ, അമേരിക്കൻസിൻ്റെ കൂടെ, ഓസ്ട്രേലിയൻസിൻ്റെ കൂടെ, ചൈനക്കാരുടെ കൂടെ, എല്ലാം വ്യത്യസ്ത രീതിയാണ്. പക്ഷേ ഇന്ത്യ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ എത്ര വ്യത്യസ്ത രീതികളാണ്. എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരിക്കും, ഇതെല്ലാം ഈശോയുടെ മക്കളാണ്, ഈശോയുടെ മക്കളാണ്. ആഫ്രിക്കയിലൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ആഫ്രിക്കൻ രീതിയിൽ ചെണ്ടയൊക്കെ കൊട്ടി ഡാൻസ് കളിച്ചാൽ ചിലപ്പോൾ നമ്മൾ മലയാളികൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അതും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയും 10-20 കിലോമീറ്ററൊക്കെ നടന്ന ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. അതുപോലൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ, 1980s അതിൻ്റെ വിഷയം കേരളത്തിൽ നിറയപ്പെട്ടിട്ടുണ്ട്. ആഗ്രഹിക്കുന്നവരെ കർത്താവ് തള്ളിക്കളയത്തില്ല. അത് ഈശോയുടെ ഒരു പ്രത്യേകതയാണ്. രക്തസ്രാവക്കാരിയുടെ ഉള്ളിൽ വിശ്വാസമായിരുന്നു, എനിക്ക് ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് ഡെലിവറൻസ് ഉറപ്പാണ്. അതല്ലായിരുന്നു വിശ്വാസം. അത് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു സ്ക്രിപ്ചർ ഉണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ക്രിപ്ചർ കിടപ്പുണ്ടോ? യേശുവിന്റെ വസ്ത്രത്തിന് അറ്റത്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡെലിവറൻസ് കിട്ടും? പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും, അവിടെ എങ്ങും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ആളുടെ ഉള്ളിലൊരു ബോധ്യം. അപ്പൊ ലിറ്ററലി ദൈവം തന്നെ കോർപ്പസ് ക്രിസ്റ്റിയിലൂടെ നിന്റെ അരികിലേക്ക് വരുമ്പോൾ, ഇഫ് യു ഹാവ് ദ ഫെയ്ത്ത് that he finished everything for me on that cross, when he said it is finished, it is accomplished. ഇപ്പൊ നിന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ you can tap in all the blessings. അതുകൊണ്ടാണ് അബ്രാഹത്തെക്കുറിച്ച്, അബ്രാഹം വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ടു. വിശ്വാസം എന്ന് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യവുമാണ്. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറ വിചാരിച്ചതുകൊണ്ട് പ്രയാധികം കവിഞ്ഞിട്ടും അവൾ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചു, വിചാരിച്ചു. വേർ ഇൻ ദ മൈൻഡ് ഷീ ന്യൂ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ഇന്ന് ഈശോനെ സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുക, ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഫോർ മീ ഓൺ ദ ക്രോസ്. എല്ലാ ഡെലിവറൻസും എനിക്ക് വേണ്ടി ഈശോ ക്രൂശിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിടുതലുകളും ഈശോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞേ, ഇന്ന് എന്നെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എന്റെ യേശു എനിക്ക് വിടുതൽ തന്നിരിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് പറഞ്ഞേ, എന്റെ ശരീരത്തിൽ അസ്വസ്ഥപ്പെടുന്ന ഈ അസ്വസ്ഥതകളെ യേശു ക്രൂശിൽ പരിഹരിച്ചതാണ്. ഈ സൗഖ്യം ക്രൂശിലെ പരിഹാര ബലിയിൽ വെളിപ്പെട്ടതാണ്. എന്റെ ശരീരത്തിന്റെ സൗഖ്യം, മനസ്സിന്റെ സൗഖ്യം കുരിശിൽ വെളിപ്പെട്ടതാണ്. ആ ഡെലിവറൻസ് ക്രൂശിൽ വെളിപ്പെട്ടതാണ്. എന്റെ കുടുംബത്തിലെ അസ്വസ്ഥതപ്പെടുന്ന അസ്വസ്ഥതകളിൽ നിന്നുള്ള ഡെലിവറൻസ് കുരിശിൽ വെളിപ്പെട്ടതാണ്. എന്റെ സാമ്പത്തിക മേഖലയിലെ വിടുതലുകൾ കുരിശിൽ വെളിപ്പെട്ടതാണ്. ഈശോയെ നന്ദി, നന്ദി, നന്ദി. അധരം തുറന്ന് പറഞ്ഞു, ഈശോയെ നന്ദി, നന്ദി, നന്ദി. വലിയ അഭിഷേകം വെളിപ്പെടുന്നു. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചേ, നിങ്ങൾ തലയെ കൈവച്ചേ, നിങ്ങളുടെ ഉദരത്തെ കൈവച്ചേ, നിങ്ങളുടെ ശരീരത്തെ കൈവച്ചേ, ഹൃദയത്തിൽ ഒരു കട്ടി, ഒരു ചെസ്റ്റിൽ ഒരു ഭാരം പോലെ ഫീൽ ചെയ്യുന്നത് അവിടെ കൈവച്ചിട്ട് പറഞ്ഞേ, എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ
ഈ ഭാരത്തെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഏറ്റെടുത്തു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് ഡീമോണിക് സ്പിരിറ്റ് ആകട്ടെ, ലെഗ്യോൻ ആകട്ടെ, ബെൽസെബൂൽ ആകട്ടെ, അസ്മോവേദൂസ് ആകട്ടെ, ലൂസിഫ്, ഏത് പൈശാചികാധിപത്യങ്ങളാകട്ടെ, എല്ലാത്തിനെയും കുരിശിൽ ലവ്യാഥാൻ അടങ്ങുന്ന സകലതിനെയും കുരിശിൽ ഈശോ നിരായുധമാക്കി. ഒരൊറ്റ ഒരെണ്ണത്തെ വിട്ടിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ബാനിഷ് ചെയ്യപ്പെട്ട എല്ലാ ഏഞ്ചൽസിനെ, സകലത, എല്ലാ ദുഷ്ടാരൂപികളെ കുരിശിലെ പരിഹാര ബലിയിൽ യേശു ആ നിമിഷം അവരെ പരാജയപ്പെടുത്തിയാണ്, നിരായുധമാക്കി അവരെ. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അതിനുശേഷമാണ് കർത്താവ് നമ്മുടെ ഉള്ളിലോട്ട് വന്ന് വസിക്കുന്നത്. കണ്ടോ, ഇത് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ചിന്തിക്കുക, ബന്ധന അഴിഞ്ഞോ? ബന്ധന അഴിഞ്ഞത് ക്രൂശില. ഈശോ പരാജയപ്പെടുത്തി അവരെ. ഒരു ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിയിൽ, ഒരു വേൾഡ് കപ്പിൽ അവസാനം കളി കഴിഞ്ഞ് ചാമ്പ്യൻസുമായി ട്രോഫിയും കിട്ടി. ട്രോഫി കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടീമിലുള്ള ആൾക്കാർക്ക് ആ കളിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അവർ കളിച്ച് നേടിയെടുത്ത ഒരു വിജയമാണ്. പക്ഷെ അത് ഇന്ത്യയുടെ വിജയമാണ്, അല്ലെ, ഇന്ത്യ മുഴുവൻ്റെ വിജയമാണ്. അപ്പൊ ഇവരുടെ വീട്ടില് ഇതിലൊരു കളിക്കാരൻ തിരിച്ച് വീട്ടിൽ വരുമ്പം ഇന്ത്യയിലെ ഒരു പ്ലെയറിന്റെ വീട്ടിൽ വരുമ്പോൾ അയാളുടെ വീട്ടില് അന്ന് അയാളുടെ ഭാര്യയ്ക്ക് ഈ മാച്ച് കാണാൻ പറ്റിയില്ല. ആ മാച്ച് നടന്നതായിട്ട് അറിഞ്ഞില്ല. മാച്ച് നടന്നതായിട്ട് അറിഞ്ഞു, പക്ഷെ മാച്ച് എന്തോ ഹെൽത്തോ എന്തോ കാരണം കൊണ്ടന്ന് മാച്ച് കാണാൻ പറ്റിയില്ല, വിജയിച്ച കാര്യം അറിഞ്ഞില്ലെന്നിരിക്കട്ടെ. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വിജയിച്ചെന്ന് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളുന്നില്ലെങ്കിലോ? ഭാര്യ പറഞ്ഞു, ഞാൻ വിജയിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇതാണ് നമുക്കും പറ്റുന്നത്. നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ അതൊന്നും നടന്നിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അഴിയത്തൊന്നുമില്ല, അതൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പോഴാണ് കർത്താവിന് ഹൃദയം വേദനിക്കുന്നത്. നീ എന്നാ ചെയ്യണ്ടേ? There is nothing else he can do. He died for you. And the word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, ഈശോ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. അങ്ങനെ തന്നെയല്ലേ വചനത്തിൽ പറയുന്നു. ഈശോ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. കൊളോസ്യസ് 2:14-15. ഇന്നാളൊരു ചേച്ചി ഇവിടെ കോർക്കിൽ നിന്ന് പണ്ടൊരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, സാത്താനെ അങ്ങനെയൊന്നും പരാജയപ്പെടുത്തിയിട്ടൊന്നുമില്ല യേശു. അങ്ങനെയൊന്നും. അപ്പോൾ സാത്താനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് സാത്താനെ അങ്ങ് സ്തുതിക്കും. അപ്പൊ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം സാത്താനെ ഗ്ലോറിഫൈ ചെയ്യുവാണല്ലോ. സാത്താന്റെ കാര്യം ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമാണ്, ആൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റതാണ് മറിച്ചതാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മേഖലയാണ്. കാരണം നമ്മൾ പോലും അറിയാതെ സാത്താനെ ഗ്ലോറിഫൈ ചെയ്യുക. സാത്താൻ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആളല്ല, ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരേ ഒരാളേ ഉള്ളൂ, ഈശോ. ഈശോനെ ഗ്ലോറിഫൈ ചെയ്യാൻ, ഈശോനെ സ്തുതിക്കാൻ, ഈശോനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അടങ്ങും. കാരണം അവൻ പരാജയപ്പെട്ടവനാണ്. അവൻ പരാജയപ്പെട്ടവനാണെന്ന് അറിയുന്നവൻ യേശുവിനെ ആരാധിക്കുമ്പോൾ ഭൂമി നിറയുന്ന ഒരു അഭിഷേകമുണ്ട്. ഇത് അറിവില്ലാത്തവനെയാണ് അവൻ പൊസസ് ചെയ്തേക്കുന്നത്. അറിവില്ലാത്തവനെ പൊസസ് ചെയ്യും. അവൻ അറിയുന്നത് വരെ അവന്റെ കണ്ണുകളെ അന്ധമാക്കും. നമ്മുടെ പ്രാർത്ഥന ഇതാണ്, ആ അന്ധത മാറുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെ, കൊളോസ്യസ് 2:14-15, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പറഞ്ഞു, വിജയം ആഘോഷിച്ചു. ഈശോ കുരിശിൽ വിജയം ആഘോഷിച്ചു. ദുഷ്ടാരൂപികളുടെ മേൽ വിജയം ആഘോഷിച്ചു. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടാരൂപികളുടെ മേൽ ഈശോ ക്രൂശിൽ വിജയം ആഘോഷിച്ചു. അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഇത് ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ നിന്നെ പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ രാജ്യം നിനക്ക് നൽകുന്ന വലിയ സംരക്ഷണമുണ്ട്. നിന്നോട് ദൈവം പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറയാൻ മാത്രമാണ്. നീ വേറെ ഒന്നിലേക്കും പോകണ്ട. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുക. നിനക്കെതിരെ നിൽക്കുന്ന സകല ആധിപത്യങ്ങളും
കുരിശിലെ പരിഹാര ബലിയുടെ അനന്ത ശക്തിയിലൂടെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. എന്നത് വിശ്വസിച്ച് കർത്താവിനൊന്ന് ശ്രദ്ധിച്ച്, നിനക്കെതിരെ നിൽക്കുന്ന എല്ലാ ആധിപത്യങ്ങളും എല്ലാ അന്ധകാര രൂപികളും കുരിശിലെ പരിഹാര ബലിയുടെ അനന്ത ശക്തിയിലൂടെ തകർക്കപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കാം, അതിനെ തുറന്ന് സ്തുതിച്ചേ. ഹാലലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. എല്ലാ ആധിപത്യങ്ങളും എല്ലാ അധികാരങ്ങളും കുരിശിലെ പരിഹാര ബലിയുടെ അനന്തമായ ശക്തിയാൽ തകർക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളും എല്ലാ ആഭിചാര ശക്തികളും എല്ലാ ഈവിൾ സ്പിരിറ്റ്സുകളും ഡൊമീനിയൻസ് ഓഫ് ഡാർക്ക്നെസ്. ആഫ്രിക്കയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തരായ മന്ത്രവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രവാദം പോലെയല്ല. കേരളത്തിലെ മന്ത്രവാദത്തിൻ്റെ 1000 ഇരട്ടി ശക്തിയുള്ള മന്ത്രവാദങ്ങളുണ്ട് ആഫ്രിക്കയിലെ മന്ത്രവാദികൾ. ആ മന്ത്രവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കളെ ദുഷ്ടാരൂപികളൊക്കെ സമർപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ നരബലികളും അങ്ങനെയുള്ള ഹീനമായ പ്രവൃത്തികളും നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമായ കാര്യങ്ങൾ. നരബലികൾ ഒരുപാട് നടന്ന കോണ്ടിനെൻ്റാണ് ആഫ്രിക്ക. അതുപോലെ തന്നെ നരഭോജികളൊക്കെ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ. അവിടെയാണ് ക്രിസ്തീയ വിശ്വാസം മിഷണറിമാർ കടന്നുപോയി അതിശക്തമായ ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ശുശ്രൂഷയിലൂടെയാണ് ഈ രാജ്യങ്ങളെയൊക്കെ മാറ്റിയെടുത്തത്. അമേരിക്ക, എല്ലാ രാജ്യങ്ങളും വലിയ വില ദൈവത്തിന് ജനം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മിഷണറിമാരെ ഇങ്ങനെ പരിഹസിക്കാറുണ്ട്, പക്ഷെ മിഷണറിമാർ കൊടുത്ത വില ഭയങ്കര വലിയ വിലയാണ്. മിഷണറിമാർ ചില രാജ്യങ്ങളിൽ കടന്നുപോയി അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ചില ദേശാധിപതികളുണ്ട്. ചില ദേശത്ത് കടന്നു പോകുമ്പോൾ അവിടുത്തെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള സ്പിരിറ്റ്സ് ഉണ്ട്. ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഗുഡ് ഇൻറ്റൻഷനിലൂടെയാണ് മിഷണറിമാർ വന്നത്, പക്ഷെ അവരെ പൊസസ് ചെയ്ത് അവരെ റോങ് ആയി കൊണ്ടുപോയി. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈശോയോട് ചേർന്നുള്ള ഈ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഈഗോയോ ഐഫാക്ടറോ ഞാനെന്ന സംഭവം കയറി വരാൻ പാടില്ല. എപ്പോഴും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകും. ഹല്ലേലൂയ. അപ്പോൾ ആഫ്രിക്കയിലൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഞാൻ ആഫ്രിക്ക മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡീമോണിക് സ്പിരിറ്റ്സിനെ ആവഹിച്ചുകൊണ്ട് അത് ബിൽഡ് ചെയ്യും. പല ആത്മാക്കളെ ഇങ്ങനെ അതിനെ സമർപ്പിച്ചുകൊണ്ട് ഈ എനർജീനെ ബിൽഡ് ചെയ്ത് ഇവരതുവഴിയായിട്ടാണ് ഈ വിച്ച് ക്രാഫ്റ്റ് നടത്തുന്നത്. അപ്പം വിച്ച് ക്രാഫ്റ്റ് നടത്തുമ്പോൾ ഈശോ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ദൈവരാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ തനിച്ചല്ല ഇത് ചെയ്യും. ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആയിരിക്കും ഇവിടെ കാണുന്നത്. ബട്ട് ഐ എം അലൈൻഡ് വിത്ത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. തനിച്ചൊരു പരിപാടി ഇതിനകത്തില്ല. ഞാൻ ആഫ്രിക്ക ഏത് രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഞാൻ പറയുന്നത് തട്ടപ്പിതാവ്, ചക്കരക്കപ്പിതാവ് ഇവരെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗൈഡൻസിലാണ് പോകുന്നത്. അല്ല നമ്മൾ തന്നെ പോയിട്ട് ഒരു പരിപാടി ചെയ്യുന്ന പരിപാടി അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. ആരെങ്കിലും അങ്ങനെ വിചാരിച്ച് നടക്കുകയില്ല. ഒരു 2 മിനിറ്റത്തെ ടോക്ക് ആൾക്കാർക്ക് തോന്നുന്ന എല്ലാവരും വീഡിയോ ഇടുന്ന പോലെ ഒരു 2 മിനിറ്റത്തെ ടോക്ക് ഈശോയെക്കുറിച്ച് പരിപാടി നടക്കണമെങ്കിൽ ഈശോ അനുവദിക്കണം. ആ യേശു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും നടക്കത്തില്ല. കർത്താവിനെ കൂടാതെ ഒന്നും നടക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ഈശോ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകത്തിനകത്ത് നിലനിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ഡീമോണിക് ശക്തികൾ തകർന്നടിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ദുഷ്ടന്റെ കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി. നരഭോജികൾ, നരസ്നേഹികൾ. മന്ത്രവാദത്തിന്റെ പൊസിഷനിൽ നിൽക്കുന്നവനെ അറിയാം. അവൻ ചിന്തിക്കുന്ന, അവൻ സേവിക്കുന്ന ആ ദുഷ്ടാരൂപി അവനെ അന്ധമാക്കിയിട്ട് ചിന്തിപ്പിക്കും. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ. അവനോർക്ക് അവൻ സേവിക്കുന്ന ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പം ആ ശക്തിക്ക് ഇങ്ങനെ സമർപ്പിച്ച് അതിനെ ബിൽഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദുഷ്ടാരൂപി വേൾഡ് വൈഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. പക്ഷെ ആ ദുഷ്ടാരൂപിക്ക് അറിയാം ദൈവാരാം. ആ ദൈവത്തിന്റെ ശക്തി വന്നു കഴിഞ്ഞാലുള്ള ആ മാഗ്നിറ്റ്യൂഡ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കുന്നതിനപ്പുറമായ ദൈവപ്രവർത്തികളാണ് സംഭവിക്കുന്നത്. അതാണ് നൈജീരിയയിൽ ലോകത്തൊക്കെ നടന്നുകൊണ്ട് ഇന്നും ക്രിസ്ത്യൻ റിവൈവലുകൾ ലോകത്ത് നടക്കുന്നുണ്ട്. അത് മീഡിയയിലൊന്നും കാണിക്കുന്നില്ല. ഇറാനിലൊക്കെ വലിയ റിവൈവൽസ് ആണ് നടക്കുന്നത്, വലിയ റിവൈവൽസ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ക്രിസ്തുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മീഡിയയിലെ ലോകത്തൊന്നുമില്ല. മീഡിയ അതിനകത്ത് സ്വർഗ്ഗം അറിഞ്ഞാൽ പോരാ, സ്വർഗ്ഗം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ലേ ക്രിസ്തുവിശ്വാസം ലോകം മുഴുവൻ എത്തിയത്. ഇന്ത്യയിലും ചൈനയിലൊക്കെ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈശോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇത് ദൈവപ്രവർത്തികൾ ഭൂമി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള മനുഷ്യർ ചിന്തിക്കും, അയ്യോ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലോ. കഴിഞ്ഞ തലമുറ വലിയ വിടുതലൊക്കെ കണ്ടിട്ടുണ്ട്. 1980s 70s 60s വലിയ വിടുതലുകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്.
ഇനി സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയൊരു റിവൈവൽ മൂവാണ്. അത് കേരളത്തിൽ നടക്കും. പക്ഷെ അതിനു മുമ്പ് ദൈവം കേരളത്തിലുള്ള എല്ലാ ഈശോയുടെ മക്കളെ ഒന്ന് ഒന്നിപ്പിക്കുകയാണ്. അതിനാണ് ഈ സന്ദേശങ്ങളൊക്കെ ദൈവം പലരിലൂടെയും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവം അത് ചെയ്യും. നമ്മൾ ഇന്ന് ഈ സന്ദേശം കേട്ട നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാൻ എന്ന വ്യക്തി ഇനി മുതൽ ഈശോയിൽ വിശ്വസിക്കുന്ന വേറൊരാളും ജഡ്ജ് ചെയ്യത്തില്ല. എൻ്റെ ഈശോയുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം, ഈശോയുടെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അധരം തുറന്ന് പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയാലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേന്മ അവകാശപ്പെടാനുണ്ടോ? ഒരു മേന്മ അവകാശപ്പെടാൻ. നമ്മൾ ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ കൃപയിലാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിനെ ഇന്ന് സ്തുതിച്ചേ. ദൈവത്തിന്റെ മക്കളെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയേണ്ട ബന്ധനം അഴിഞ്ഞു മാറുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. മന്ത്രവാദ ആഭിചാര കൂടോത്തര ക്ഷുദ്രക്രിയയുടെ കെട്ടുകൾ ഈശോ തകർത്ത് തരിപ്പണമാക്കുന്നതിനെ സ്തോത്രം ചെയ്തു. വലിയ അഭിഷേകം അയക്കുന്നതിനെ നന്ദി പറയും. വലിയ അഭിഷേകം അയക്കുന്നതിനെ നന്ദി പറയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഈശോ എടുത്തു തന്നെ. മന്ത്രവാദം ചെയ്യുന്നവൻ ആന്തരികമായ മാനസിക മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രവാദ ഭയത്തിലിരിക്കുന്നവനും മാനസിക മുറിവുണ്ട്. മന്ത്രവാദം ആരെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവിന് യേശു ഇപ്പോൾ സൗഖ്യം നൽകുന്നു. ആ ആന്തരിക സൗഖ്യം ലഭിച്ച ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് ആ ദുഷ്ടാരൂപിയെ കർത്താവ് ബ്രേക്ക് ചെയ്യും. അതിന്റെ ശക്തികളെ കർത്താവ് ഉന്മൂലനം ചെയ്യും. കർത്താവ് ഓൾറെഡി ക്രൂശിൽ ആ വിജയം നേടിയെടുത്ത ഈ മന്ത്രവാദ ശക്തി എന്ന് പറയുന്ന ഈ ആഭിചാര ശക്തികളെല്ലാം കുരിശിൽ പരാജയപ്പെട്ടത്. ഒറ്റ ഒരെണ്ണം പോലും നേരെ നിൽക്കാൻ കർത്താവിന് മുമ്പിൽ പറ്റത്തില്ല. ഈശോ അതിനെ മനുഷ്യനായി ദൈവം ഭൂമിയിൽ കടന്നു വന്ന് ആ ശക്തികളെ മുഴുവനും എന്നാ പറഞ്ഞ നിരായുധമാക്കി, ഡിസാം ചെയ്തു. ഹി ഡിസാം ദ പ്രിൻസിപ്പാലിറ്റീസ്. അതിന് മേൽ അധികാരം കർത്താവ് നേടിയെടുത്തു. സോ റൈറ്റ് നൗ ആസ് വി പ്രേ ടുഗദർ, ആ ശക്തികളുടെ മേൽ കർത്താവിൻ്റെ വലിയ വിജയം, കർത്താവ് ക്രൂശിൽ നേടിയെടുത്തതിൻ്റെ വിജയം ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ. ചിലവർക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പോയി ഛർദ്ദിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചിലത് വിട്ടുപോകും. ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകുന്നതിനായി സ്തോത്രം ചെയ്യും. ശരീരത്തിലൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന പോലത്തെ ചില അസ്വസ്ഥതകൾ, ചില പൊസഷൻസുകൾ, ഇങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും അതിൻ്റെ റീസൺ അറിയാൻ മേല. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ബോഡിയിലൊക്കെ പെയിന്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുന്നു, പ്രത്യേകിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥകൾ, അതിനൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആ ഡീമോണിക് പൊസഷൻസ് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഇപ്പോൾ കർത്താവ് തന്നെ, യേശു തന്നെ ഇറങ്ങി വന്നു. കർത്താവ് ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയുടെ ശക്തിയിലൂടെ കർത്താവ് ഡെലിവറൻസ് നൽകുന്നു, ഹീൽ ചെയ്യുന്നു, അനേകരെ സെറ്റ് ഫ്രീ ആകും. എല്ലാവരും ആ കരം തലയിലോട്ട് വെച്ചിട്ട് പരിശുദ്ധാത്മാവേ എന്നെ നിറയണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ. മാർക്ക് ഞാൻ ഒരാൾ ഈശോ ഇങ്ങനെ എടുത്തു കാണി, പുള്ളി ഇങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കുക. നമ്മളെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞാൻ ഈ പള്ളിയിലൊക്കെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ വന്നിട്ട് സ്പെക്ടേറ്റേഴ്സായിട്ട് വന്നിട്ട് മാർക്കിടും. 10-8, 10-7. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ മാർക്കിട്ടരുത്. പരിശുദ്ധാത്മാവിൽ ആരെങ്കിലും, ഞാനെന്നല്ല ഏത് മനുഷ്യൻ ഓൺലൈനിലാട്ടെ ഓഫ്ലൈനിലാട്ടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനെ കാണിച്ചത് അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ മാർക്കിടരുത്. മാർക്കിട്ട് ആ സെക്കൻഡിൽ നിങ്ങളെ മാർക്കിടും കർത്താവ്. ആ സെക്കൻഡിൽ മാർക്കിടും. അതൊരു ജൂത സ്വഭാവമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറിച്ചു കളയണം. പരിശുദ്ധാത്മാവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ മാർക്കിടുന്നത്. ഞാനിപ്പോൾ ഒരു ശുശ്രൂഷയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ മാർക്കിട്ട് കഴിഞ്ഞാൽ, ജൂതന്മാർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈശോ പാപിനിയായ സ്ത്രീയുടെ അടുത്ത് വന്ന് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവനെ തൊടുന്ന ആരാന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ അവൾ ആരാരെന്ന് അറിയുമായിരുന്നു. ഇവന്മാർക്കൊരു ചിന്തയുണ്ട് അവന്മാരെന്തോ ബെറ്ററാണ്. ഏത് അന്നത്തെ കാലത്തെ ഫരിസേർക്കൊരു ചിന്തയുണ്ട് അവരെന്തോ ബെറ്ററാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈശോ പറയുന്ന കപടനാട്ടിക്കാരെ, നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് മാറ്റി. നിങ്ങൾ എന്ത് ബെറ്ററാണെന്ന് ഈ പറയുന്നത്? നിങ്ങൾ എന്നാ പറയുക, ഈശോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ദാറ്റ്. ആ ഒരു പദം ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് വാസ്തവത്തിൽ നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ ഈ ഒരു ഈഗോയിനെ, ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എനിക്ക് എന്തോ ഉണ്ട്, ഞാനെന്തോ ബെറ്റർ ആണെന്നുള്ള ഒരു സംഭവത്തെ God hates that. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, God resists the proud and he gives grace to the humble. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും
വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ആർക്ക് കൃപ ലഭിക്കുന്ന? വിനയമുള്ളവർക്ക് കൃപ ലഭിക്കും. ദൈവത്തെക്കുറിച്ച് വലിയ പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല. വിനയമുള്ളവർക്ക് കൃപ കിട്ടും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് കർത്താവിൻ്റെ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസം ഇത്ര നേരം എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് സത്യത്തിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം ഇങ്ങനെയൊരു ശുശ്രൂഷ, ഇന്ന് ഈ ഒരു ഷെയറിംഗ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നില്ല. പക്ഷേ കർത്താവ് ഇത് പങ്കുവെക്കണമെന്ന് വലിയ പ്രചോദനം നൽകി. തുടക്കം മുതൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരൊന്ന് കേൾക്കണേ. നമ്മൾ എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈശോയായിട്ടുള്ള ബന്ധം. എവിടെയെങ്കിലും നമുക്കൊരു ഒരു ഒരു കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഇറക്കി വെക്കണം. നമ്മൾ സംസാരിക്കണം ഈശോയോട്. നമ്മളോട് തന്നെ നമുക്കൊരു ആത്മപരിശോധന നമ്മൾ ചെയ്യണം. അപ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈശോയുടെ ശരീരമാകുന്ന ദൈവമക്കളെ സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം, ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ്. അപ്പം ഈശോയുടെ മക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അതും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മപരിശോധന ചെയ്യണം. ഹല്ലേലൂയ. ആർക്കാണ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ സാധിക്കുന്നത്? ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന, ഈശോയുടെ രക്ഷകനും നാഥനുമായി ഈശോയുടെ പിതാവെന്ന് ഏറ്റുപറഞ്ഞ് ഈശോയുടെ ഓരോ മകനും മകൾക്കും ഈശോനെ സ്വീകരിക്കും. ബാപ്റ്റിസം എന്ന ശുശ്രൂഷയിൽ എന്താ സംഭവിച്ചത്? നമ്മളിന് ഈശോയിൽ നമ്മൾ സംസ്കരിക്കപ്പെടുക. ബാപ്റ്റിസം സ്വീകരിക്കാത്തവർ ബാപ്റ്റിസം സ്വീകരിക്കണമെന്ന് പറയാൻ കാരണം ബാപ്റ്റിസം എന്താ? ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് റിച്വൽ അല്ലത്. യഥാർത്ഥത്തിൽ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമോ ഒരു സംഭവമൊന്നുമല്ല. ബാപ്റ്റിസം യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചവനിൽ നമ്മളെ തന്നെ സംസ്കരിക്കുകയാണ്. ക്രിസ്ത്യാനികള് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് നക്ഷത്രങ്ങളും നാളുകളൊന്നും നോക്കത്തില്ല എന്ന് പറയാനുള്ള എൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഞങ്ങൾ പഴയ നിയമത്തിൽ ഒരു കൽപ്പന ഉള്ളതുകൊണ്ട്, അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രമല്ല, പഴയ നിയമത്തിലെ കൽപ്പനകൾ കൊണ്ടല്ല നമ്മളങ്ങനെ ചെയ്യുന്നത്. പഴയ നിയമത്തിലൊരു കൽപ്പന നോക്കരുത്, ചെയ്യരുത്, പിടിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ടല്ല. ബാപ്റ്റിസത്തില് യേശു ക്രിസ്തുവിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടിരിക്കുക. ആരാണ് യേശു ക്രിസ്തു? നമ്മൾ പറയും ചില ആൾക്കാർ ഇന്ന നാളുകൾ നല്ലതാണ്, ഇന്ന നാൾ മോശമാണ്, ഇന്ന നക്ഷത്രം നല്ലതാണ്, ഇന്ന നക്ഷത്രം മോശമാണ്. എല്ലാ നക്ഷത്രങ്ങളും സൃഷ്ടിച്ചവനാണ് ദൈവം. എല്ലാ നക്ഷത്രങ്ങളുടെ ഐശ്വര്യങ്ങളും നന്മകളും ഉള്ളവനാണ് ദൈവം. ഈ ഭൂമിയിലുള്ള സകല നക്ഷത്രങ്ങളും സകല സംഭവത്തിന്റെയും ഉടയവൻ. ആളുടെ ഉള്ളിൽ സകലത്തിന്റെയും മഹത്വമാണ്. ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. ആദ്യനും അന്ത്യനുമാകുന്നവന്റെ ഉള്ളിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടു. ചിലർ ഈ നക്ഷത്രം നല്ലത്, ആ നക്ഷത്രം നല്ലത്. ആ നക്ഷത്രങ്ങളിലെല്ലാം ഒരാളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയില്ലേ ഇന്ന നാള് നല്ല, ആ നാളെല്ലാം ഒരാൾ, അതാണ് ദൈവം. ദൈവത്തിലെല്ലാം ഉണ്ട്. ആ ദൈവത്തിന്റെ ഉള്ളിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടു. ദൈവത്തിന്റെ ഉള്ളിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടു. ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും. സോ യു ആർ ഇൻ എ ഡിഫറെന്റ് ടെറിട്ടറി. ആദിമസഭയിലുള്ളവർക്ക് ഇത് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അവർക്കിത് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് അവരിലേക്ക് റെവലേഷൻ ആയിട്ട് കിട്ടി. നമ്മൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമുക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ദേ ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞങ്ങൾ ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണ്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിമോചിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ ഫംഗ്ഷനിങ് വേറെ രീതിയിലാണ്. ഈ രാജ്യത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഞാൻ നിറയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ദൈവരാജ്യം പ്രൊവൈഡ് ചെയ്യും. ആദ്യമേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്കുക, അതോടുകൂടെ സകലത നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊള്ളും. ഈ ഒരു സത്യം കൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ടവർ ഇതിന് പുറകെ പോകണ്ടെന്ന് പറയുന്നത്. 90% ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്ന പഴയ നിയമത്തിലെ കൽപ്പന കാരണം ഭയപ്പെട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോയി ഇന്ന ആളുടെ അടുത്ത് പോയി ഇതൊക്കെ നോക്കി അതൊക്കെ ചെയ്തു, ദൈവം ശിക്ഷിക്കുമോ? ഇപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൂ യു ആർ എന്നുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ആണ് പ്രശ്നം. നമ്മൾ ആരാന്നുള്ള ബോധ്യം ഇല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പദവി എന്താണ്? നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന പൊസിഷൻ എന്താണ്? നിങ്ങളെ ദൈവം എങ്ങനെയാണ് കാണുന്നത്? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞു യു ആർ ബറീഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്.
ആ ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ട ഒരു വ്യക്തി കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ വിജയത്തെ സ്വീകരിക്കുന്ന നിമിഷമാണ് ഹോളി കമ്മ്യൂണിയൻ, കോർപ്പസ് ക്രിസ്റ്റി. കണ്ടോ, ഇത്രയും ബോധ്യം കിട്ടിയിട്ട് ഇന്ന് കോർപ്പസ് ക്രിസ്റ്റി സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ ഡെലിവറൻസ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അത് മാനിഫെസ്റ്റ് ചെയ്യും ശരീരത്തിലും മനസ്സിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാനിഫെസ്റ്റ് ചെയ്യും. സകല നന്മകളുടെ ഉറവിടവുമായ ദൈവവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. യു ആർ കണക്റ്റഡ് വിത്ത് ഹിം, ത്രൂ ഹിം ആൻഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ഹിം. ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ആൻഡ് പ്രൈസ് ബിലോങ്സ് ടു ഹിം. പറഞ്ഞേ, ത്രൂ ഹിം ആൻഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ഹിം. അവനിലൂടെ, അവനിൽ, അവനിലേക്ക്. ഇൻ ഹിം അവനിലാണ്, ത്രൂ ഹിം അവനിലൂടെ, വിത്ത് ഹിം അവനോട് ചേർന്ന്, ത്രൂ ഹിം ആൻഡ് ഇൻ ഹിം ആൻഡ് വിത്ത് ഹിം. ഓൾ ഗ്ലോറി ആൻഡ് ഓണർ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായിട്ട് ഇങ്ങനെ ആ ഒരു യൂണിറ്റിക്കകത്തോട് പ്രവേശിച്ചു. ആ യൂണിറ്റിക്കകത്ത് നിൽക്കുകയാണ്. ആ യൂണിറ്റിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചതിൻ്റെ, അതായത് നമ്മൾ ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പാസ്പോർട്ട് കാണിക്കുന്ന പോലെയാണ്. യേശുവിനെ തിരുശരീരവും തിരുരക്തം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം പറയും, ഹീ ഈസ് ദ ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഇൻ ദ ഹെവൻസ്. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വ്യക്തി ക്വാളിഫൈഡ് ആണ്. ഇവിടെ നമ്മളെ യോഗ്യരാക്കുന്ന എന്താ? കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി, കർത്താവിൻ്റെ പരിഹാര ബലി, വേറൊന്നുമല്ല. നമ്മളെ അയോഗ്യരാക്കുന്ന എന്താ? നമ്മളെന്തോ സംഭവമാണ്, എൻ്റെ പാണ്ഡിത്യം, എൻ്റെ കഴിവ്, എൻ്റെ പാരമ്പര്യം, ഞാനെന്തോ സംഭവമാണ്, മറ്റുള്ളവരെക്കാളും ഞാൻ ബെറ്റർ ആണെന്നൊരു ചിന്ത ഉള്ളിലോട്ട് കയറിയ അതാണ് നമ്മളെ അയോഗ്യരാക്കുന്നത്. അവിടെ എളിമപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി കൊണ്ട് മാത്രമാണേ, എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ലേ, എൻ്റെ ഈശോയെ അങ്ങയുടെ കരുണ കൊണ്ട് മാത്രമാണെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അനുഗ്രഹിച്ച് സകല അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പിതാവാൻ ദൈവം തയ്യാറായിട്ട് നിൽക്കുക. Are you willing to receive that blessing? Thank you, Lord. ഈശോ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ അനുഗ്രഹങ്ങൾ, അത് സൗഖ്യങ്ങളായിട്ട്, ഡെലിവറൻസ് ആയിട്ട്, മിറക്കിൾസ് ആയിട്ട് അത് നടക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് കേട്ടോ. ഈശോ ചെയ്ത പ്രവൃത്തികൾ, രോഗസൗഖ്യങ്ങൾ മാത്രമല്ല അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ബൈബിളിൽ പറഞ്ഞ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ബുക്കുകൾ തീരത്തില്ലെന്നാണ്. ഞാൻ ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിന് ഡൊമീനിയൻ വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അത് അത്ഭുതങ്ങളെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും, വ്യക്തമാക്കി നൽകും. അത്ഭുതങ്ങൾ ഇതെല്ലാം സയൻസാണ്. ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിന്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കീപ് മീ ഓൾസോ ഇൻ യുവർ പ്രേയേഴ്സ്. ഹാവ് എ ബ്ലെസ്ഡ് ഫീസ്റ്റ് ഓഫ് കോർപ്പസ് ക്രിസ്റ്റി. എൻജോയ് ഇറ്റ്, റെസ്റ്റ് ഇൻ ഹിസ് പ്രസൻസ്, സെലിബ്രേറ്റ് ഇറ്റ്. ദിസ് ഈസ് ദ ഡേ ഓഫ് യുവർ വിക്ടറി. നിന്റെ വിക്ടറിയുടെ ദിവസമാണ്. അതുകൊണ്ട് സമയം കളയാതെ ഇന്ന് ഈശോയോട് ചേർന്ന് സമയം സ്പെൻഡ് ചെയ്യാം. ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാം. ഈ ഭൂമിയിലുള്ള എല്ലാ ധ്യാനങ്ങളും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ്. വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു.